വൈകുന്നേരം ആയാൽ അവർക്കൊരു പണിയില്ല. അപ്പോൾ വൈകുന്നേരം അവനോടുകൂടെ അവർ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യും? ഒന്നിരിക്കൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിലോ സംസാരിക്കും. ആ സംസാരത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്തൊരു സന്തോഷം! മണിക്കൂർ കണക്കിന് ആരുടെ കൂടെ ചെലവഴിക്കും? ഭാര്യയുടെ കൂടെ. അപ്പൊ അതന്നെ വേറൊരു പെണ്ണിന്റെ സൗന്ദര്യം കാണാനില്ല. ഏതോ കാലിഫോർണിയ പെണ്ണിന്റെ ചുരുക്ക് കണ്ടിട്ട് ഓളം മുടിന്റെ ചുരുക്ക് ഇവിടെ നോക്കാനില്ല. ഒരുപോലെ തന്നെയാണ്. അപ്പൊ കുടുംബമൊന്നും തകരാനില്ല. മാത്രമല്ല പെണ്ണിനത് ഭയങ്കര സന്തോഷമാവും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ നാശാക്കിയത് ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് ദുനിയാവിന്റെ മത്സരത്തിൽ, ഓട്ട മത്സരത്തിൽ പോയപ്പോൾ പെണ്ണിന് ആളില്ലാതെ. അങ്ങനെയല്ലേ? അതല്ലേ സത്യം. രാവിലെ 4:30-5 അവർ എണീറ്റിരിക്കും. നമുക്ക് എണീക്കാൻ ഒരിക്കൽ കഴിയും, നമുക്ക് കഴിയൂല. കാരണം ഇത് കിടക്കാൻ പോകാൻ 12 മണിയാവും. പിന്നെ കിടന്നിട്ടോ പിന്നീച്ച് നോക്കും, പിന്നീച്ച് മാന്തും, അപ്പോൾ തോടും മാന്തും. അപ്പൊ കിടക്കാൻ തന്നെ ഉറങ്ങാൻ 2 മണിയാവും. പിന്നെ ഈമാന്താരി ആണെങ്കിൽ, വലിയ മൂമിനും മുത്തൊക്കെ ആണെങ്കിൽ, പള്ളി കമ്മിറ്റി മെമ്പറൊക്കെ ആവുമ്പോൾ നമുക്ക് പോകാതെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പള്ളിക്ക് ജമാഅത്തിനൊന്ന് സുബഹിസ്കരിക്കും. അതേമാതിരി പോത്തിന് മാതിരി പിന്നെയും കിടക്കും. എനിക്ക് ഹാങ്ങോവർ തീരണമെങ്കിൽ ഉച്ചാണ്ടിരും. അവരെത്രക്ക് എണീക്കും? 4:30 മണിക്ക് എണീക്കും. 4:05 എല്ലാം ഉണർന്നിരിക്കും. എല്ലാവരും ആമിഷകൾ ഉണരും. ലക്ഷക്കണക്കിന് ജനത, അമേരിക്കയിലെ ജനത. ആമിഷശാസ്ത്രപ്രകാരം ജോലി എന്നതൊരു ആരാധനയാണ്, ഒരു വരുമാന മാർഗം മാത്രമല്ല. സ്വന്തം കൈകൾ കൊണ്ട് മരപ്പണി ചെയ്യുന്നതിലോ കൃഷി ചെയ്യുന്നതിലോ അവർ വലിയ ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഏറ്റവും കൂടുതൽ അവർ സമയം ചെലവഴിക്കുക കുടുംബത്തോടു കൂടിയാണ്. നമുക്ക് തീരെ സമയമില്ലാത്തത്. നമ്മളെ പെണ്ണുങ്ങൾ നാശാക്കളെ പ്രധാനപ്പെട്ട കാരണം സമയം ചെലവഴിക്കാൻ ഭർത്താവ് കൂടെ ഇല്ല. 100% പെണ്ണുങ്ങളെ വ്യഭിചാരത്തിലേക്ക് നയിച്ചതും മറ്റുള്ളവരോട് സൊള്ളാൻ പ്രേരിപ്പിച്ചതും ഭർത്താവ് സമയം ചെലവഴിക്കാൻ തയ്യാറല്ല. അതിൻ്റെ കണക്കൊന്നും ഞാൻ എടുക്കണില്ല. എടുത്തത് പുറത്ത് പറയാൻ പറ്റൂല. പുറത്ത് പറയാൻ പറ്റൂല. അത് പുറത്ത് പറയാൻ പറ്റൂല. എന്നോട് ഈ എന്താ പറയുക, ഇവിടെ ഒരാളെ കൊന്നല്ലോ, എന്താ പറയുക, ഒരാളെ കൊന്നില്ല ഈ വടകര ഭാഗത്ത് ഒരു 10 കൊല്ലം മുമ്പ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, എന്താണ് പേര്? TP ചന്ദ്രശേഖരൻ എന്നല്ലേ? ചന്ദ്രശേഖർ, RMPയുടെ TP ചന്ദ്രശേഖരൻ കൊന്നതിന് ശേഷം ഒരു ഏകദേശം 6-8-10 മാസം കഴിഞ്ഞപ്പോൾ ചില പ്രധാനപ്പെട്ട പോലീസുകാർ എൻ്റെ കോഴിക്കോട് വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് നമ്മളിപ്പോൾ കോഴിക്കോട് അന്ന് വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആ സമയമാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ സമയത്തിനുള്ളിൽ, അതായത് ഈ TP വധം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 4 മാസത്തോളം ഫോൺ കോളുകൾ മൊത്തം ഞങ്ങൾ ബാൻ ചെയ്ത് പരിശോധിച്ചിട്ടുണ്ട്. മൊത്തം ഫോൺ കോളുകൾ ഞങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഫോണുകളും ഞങ്ങൾ ചോർത്തി. അതായത് TPയെ കൊലപ്പെടുത്തിയതിന് ശേഷമുള്ള 4 മാസം ആ ഏരിയയിലുള്ള, അതായത് നാദാപുരം മുതൽ കൊയിലാണ്ടി അടക്കമുള്ള മൊത്തം ഏരിയയിലെ ഫോൺ കോളുകൾ ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട്. ആ ഫോൺ കോളുകൾ ഇന്ന് പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് പുറത്ത് വിട്ടാൽ 1000കണക്കിന് തൊലാക്കുകൾ നടക്കും, വിവാഹബന്ധം വേർപെടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഈ ഫോൺ കോളുകളിൽ വലിയൊരു ശതമാനം രാത്രി 10-ന്റെയും വെളുപ്പിന് 2-ന്റെയും ഇടയിൽ വന്നതാണ്. മനസ്സിലായില്ല? എന്താ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം? ഇത് എന്നോട് അല്ലാഹുമ്മ ഷഹദ് പോലീസുകാരനോടൊന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഗ്രാസ് റൂട്ട് വർക്ക് ചെയ്യണം. നിങ്ങളെ കമ്മ്യൂണിറ്റി വളരെ മോശമാണ്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ 1000കണക്കിന് വിവാഹമോചനങ്ങൾ നടക്കും. പോലീസിൻ്റെ കയ്യിൽ ആ റെക്കോർഡുകൾ നിലവിലുണ്ട്. പുറത്ത് വിടാൻ പറ്റില്ല. പുറത്ത് വിട്ടാൽ 1000കണക്കിന് വിവാഹമോചനങ്ങൾ നടക്കും. രാത്രി 10 മണിയുടെയും രാവിലെ വെളുപ്പിന് 2 മണിയുടെയും ഇടയിലാണ് ഈ ഫോൺ കോളുകൾ മുഴുവനും വന്നിട്ടുള്ളത് എന്ന് എൻ്റെ പൂവാട്ടുപറമ്പ് വീട്ടിൽ വന്ന് പോലീസുകാർ പറഞ്ഞു. എന്നോട് വന്ന് പറയാൻ കാരണം, നിങ്ങളിത് പറയണം. സൊസൈറ്റിയിൽ നിങ്ങളുടെ പ്രഭാഷണത്തിനുള്ള സ്വാധീനം കൊണ്ട് ഒരളവോളം അത് സൊസൈറ്റിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, നിങ്ങൾ ഒരു കാര്യം പറയുന്ന പറ്റിയവരാണ്, നിങ്ങൾ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരാളുമാണ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് വന്ന് പറയാൻ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രഹസ്യ വിവരം കൈമാറാനാണ് വന്നത്. എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പറയും? എന്തു നേടിയെന്നാണ് നമ്മൾ പറയുന്നത്? നമ്മളെ സമൂഹത്തിന് ഒരു വയലു കൊണ്ടൊരു കാര്യമല്ല കുട്ടി.
തിർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബ്സി എന്ന് പറഞ്ഞതുപോലെ രക്ഷപ്പെടണമെന്ന് വേശ്യക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടില്ല അവൾ. എന്തുകൊണ്ട്? കപ്പലുണ്ടായത് കൊണ്ട് കാര്യമില്ല. വെള്ളമില്ലാതെ കപ്പലിന് യാത്ര ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ല? അത് ഒരു കവിതയാ. തിർജുൻ നജാത വലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബ്സി. അതായത് സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ വേശ്യക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വേശ്യ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. നമ്മളെ സാഹചര്യങ്ങൾ മൊത്തം ശൈത്താനിയത്താണ്. ഇവർക്ക് എന്താണ് ഈ ശൈത്താനിയത്ത്? അവർ രക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ട്? ആധുനികത തിന്മയാണ്. അതിനോട് ഒട്ടിപ്പോയാൽ നമ്മൾ പെണ്ണുങ്ങൾ നാശവും. അത് നമ്മൾ നമ്മൾ കമ്പയർ ചെയ്താൽ മതി. നമ്മൾ പെണ്ണുങ്ങൾ നാശമായി, കാരണം നമ്മൾ ആധുനികതയുടെ കൂടെയാണ്. അവരെ പെണ്ണുങ്ങൾ നാശമായില്ല. എന്തുകൊണ്ട്? അവർ ആധുനികതയിൽ നിന്ന് പുറംതിരിഞ്ഞു. പഠിച്ചോളി, ഇത് വിഷയം നിസ്സാരമൊന്നുമല്ല. നമ്മൾ പുനരാലോചന നടത്തണം. നമുക്കൊരു കോടിയുടെ ആവശ്യമില്ല ഈ സമൂഹത്തെ നന്നാക്കാൻ. എന്ന് പറയാം, പറഞ്ഞതിനെ കുറച്ചൊക്കെ അത്രയൊക്കെ ആവശ്യമുള്ളൂ. നിങ്ങൾ മാറാതെ ഈ സൊസൈറ്റി മാറില്ല. ഇന്നും മാറാൻ കഴിയും. അപ്പൊ അവരുടെ ജീവിത ലക്ഷ്യം ബൈബിൾ നടപ്പിലാക്കുക. അപ്പൊ അവർ പഠിപ്പിക്കൂല കുട്ടികളെ. എന്തിനു വേണ്ടി? പിന്നെ ബൈബിളും യൂറോപ്പും യോജിച്ചു പോവില്ല. അപ്പൊ ഇന്നവർ മാറി ബൈബിളിനൊപ്പം നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ബൈബിളാണ് എന്നവർ ബൈബിളിലാണ് വിശ്വസിക്കുന്നത്, ടെക്നോളജിയെ വിശ്വസിക്കണില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ സത്യം. നിങ്ങൾ പഠിച്ചു നോക്കി. കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ കഴിക്കാൻ ഇഷ്ടം പോലെ അവർക്ക് സമയം ഉണ്ടാവും. അത് 4 മണിയോടുകൂടെ എന്ത് കഴിഞ്ഞു? കൃഷിപ്പണി കഴിഞ്ഞു, പൊരയിലെ പണി പെണ്ണുങ്ങൾക്കും കഴിഞ്ഞു. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? അവരെ വൈകുന്നേരങ്ങൾ പറയുന്നുണ്ട്, ഇത് അവിടെ പോയിരിക്കാൻ തോന്നുന്നു. അവരെ വൈകുന്നേരങ്ങൾ പറയുന്നുണ്ട്. കുടുംബത്തോടു കൂടെ സമയം ചെലവഴിക്കുക, അതിനാണ് സമയം. താങ്കൾ പറഞ്ഞ അതായത് അശുദ്ധിയുമായുള്ള സന്ദർഭം, ഇന്റർനെറ്റിലൂടെയും TV-യിലൂടെയും ലോകത്തിലെ അക്രമങ്ങൾ, അശ്ലീലം, പരദൂഷണം എന്നിവ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നത് അവർ ഭയപ്പെടുന്നു. ഇന്റർനെറ്റ് വഴിയും TV-യിലൂടെയും ലോകത്തെ അക്രമങ്ങളും അശ്ലീലങ്ങളും പരദൂഷണങ്ങളും വീട്ടിനുള്ളിലേക്ക് കടന്നു വരുമെന്ന് അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല? കറണ്ടും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, TV ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. വൈദ്യുതി ഉണ്ടെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ എളുപ്പമാകും. അതുകൊണ്ട് വേര് മുറിച്ചാൽ പിന്നെ ചെടി വളരില്ല. അതുകൊണ്ട് അവർ ആദ്യം എന്ത് കെട്ടിയിരു? വൈദ്യുതി. മനസ്സിലായില്ല? ഇന്റർനെറ്റും TV അതൊക്കെ വന്നാൽ വീട് അക്രമം അശ്ലീലവും തോന്നിയാസം നിറയും വീട്ടിൽ. അപ്പൊ അവര് ആദ്യം വേരാൻ മുറിച്ചു, ചെടി പിന്നെ ഉണങ്ങിക്കോളും. എന്താ വേര്? വൈദ്യുതി. ഐതിഹ്യം കെട്ടിയിരു. വൈദ്യുതി അവർക്ക് ജീവിതത്തിലില്ല. അപ്പൊ ഒരു പ്രശ്നമില്ല. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചാൽ കുടുംബ അംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് വിളക്കിന് ചുറ്റും ഇരുന്ന് സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യും. വൈകുന്നേരം ആയാൽ വേറെ പോൽക്ക് എന്താണുള്ളൂ? അവർക്ക് മനസ്സിലായില്ല, കൃഷിപ്പണിയുള്ളൂ. കൃഷിപ്പണി അതാണ് അവരെ പണി. വീട്ടിലെ പണി പെണ്ണുങ്ങളും ചെയ്യും. പിന്നെ വൈകുന്നേരം ആയാൽ അവർക്കൊരു പണിയില്ല. അപ്പൊ വൈകുന്നേരം അവനോടുകൂടെ അവർ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യും? ഒന്നിരിക്കൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിലോ സംസാരിക്കും. ആ സംസാരത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്തൊരു സന്തോഷം! മണിക്കൂർ കണക്കിന് ആരുടെ കൂടെ ചെലവഴിക്കും? ഭാര്യയുടെ കൂടെ. അപ്പൊ അതന്നെ വേറൊരു പെണ്ണിന്റെ സൗന്ദര്യം കാണാനില്ല. ഏതോ കാലിഫോർണിയ പെണ്ണിന്റെ ചുരുക്ക് കണ്ടിട്ട് ഓളം മുടിന്റെ ചുരുക്ക് ഇവിടെ നോക്കാനില്ല. ഒരുപോലെ തന്നെയാണ്. അപ്പൊ കുടുംബമൊന്നും തകരാനില്ല. മാത്രമല്ല പെണ്ണിനത് ഭയങ്കര സന്തോഷമാവും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ നാശാക്കിയത് ഭർത്താവിനെയാണ്. ഭർത്താവ് ദുനിയാവിന്റെ ഓട്ട മത്സരത്തിൽ പോയപ്പോൾ പെണ്ണിന് ആളില്ലാതെ. അങ്ങനെയല്ലേ? അതല്ലേ സത്യം? അതന്നെ. അതിനൊന്നുമില്ല. എന്തിനാണ് ചെങ്ങായി നിങ്ങൾ 10 ആൾ കൂടിയിട്ട് ആന്ധ്രയിൽ പോയിട്ട് 100 ഏക്കർ ഭൂമി എടുക്കുക? മനുഷ്യ എന്തിനാണ് മനുഷ്യ നീ ഗൾഫ് പോയിട്ട് ചാകാൻ നിൽക്കുന്നത്? എന്നിട്ട് അവർക്ക് എൻ്റെ കുടുംബത്തിന് പറിച്ചു നട്ടോ, തമിഴ്നാട്ടിൽ പോയിക്കോ. എന്നിട്ട് 10 വീടുകൾ അവിടെ വെച്ച് നിങ്ങളതിൽ സുഖമായിട്ട് ജീവിച്ച് നിങ്ങൾക്ക് എമ്പാട് ജീവിക്കാനുള്ള മുതലുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് ഒരു 100 ആൾ പോയിട്ട് അങ്ങനെ ചെയ്താൽ ഒരു ഗ്രാമമായി. അവരങ്ങോട്ടോട്ട് കിട്ടലും കിട്ടിക്കലും മതി, അത് കഴിഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല. സൂര്യൻ അസ്തമിച്ചാൽ അവർ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് വിളക്കിന് ചുറ്റും ഇരുന്ന് സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യും. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ഫോണുകളിലേക്ക് ഒതുങ്ങിക്കൂടുമെന്നും അത് കുടുംബങ്ങളിലെ വിശുദ്ധി കളയുമെന്നും അവർ വിശ്വസിക്കുന്നു. അപ്പൊ അവർക്ക് ഇന്റർനെറ്റ് ഇല്ല, വൈദ്യുതി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ലാത്ത നുഖത്തിൽ കെട്ടരുത്.
കൊരിന്ത്യൻസിലെ ബൈബിളിലെ ഒരു വാക്കാണ്. ബൈബിളിലെ കൊരിന്ത്യൻസിലെ 6-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനമാണ്, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ലാത്ത നുകത്തിൽ കെട്ടപ്പെടരുത് എന്ന വചനം അവർ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നു. ലോകത്തിൻ്റെ രീതിയുമായി ഇണങ്ങിച്ചേരുന്നത് വിശ്വാസത്തിന് തടസ്സമാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അവർ ഈ ലോകത്തെ ഒരു ഭൗതികതയിലും അവർ ചേരൂല. അത് ബൈബിളിനെതിരാണ്. ഇങ്ങനത്തെ ആയത്ത് ഇഷ്ടം പോലെ എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആനിൽ പാകെ നമുക്ക് നിസ്കാരം കിട്ടണുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല. ആകെ ഈ നിൽക്കൽ ഇരിക്കൽ തന്നെ ഇതപ്പം ഇസ്ലാം അതപ്പം ഇതാണ്. എന്ത് സമീ അല്ലാഹു ലിമൻ ഹമിദ തന്നെ ഒരു അല്ലാഹു അക്ബർ സമീ അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? ഇസ്ലാം കഴിഞ്ഞു. അത് ഉണ്ടെങ്കിൽ വലിയ മാനുമായി എൻ്റെ കയ്യിൽ അല്ലാഹു അക്ബർ സമീ അല്ലാഹു ലിമൻ ഹമിദ ഇതും ചെയ്താൽ ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ മുട്ടാപ്പോക്കിൻ്റെ ആളാണെങ്കിലും പിത്തനൻ്റെ കൊള്ളിയാണെങ്കിലും എൻ്റെ നെറ്റിമൊരു തമ്പുണ്ടെങ്കിൽ ആരായി പറയ മാനായി. അതാണ് എൻ്റെ നേതാവിൻ്റെ മാത്രം. മൂപ്പര് എന്നെക്കാളും പായിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ മൂപ്പര് മോദിയേര് ഇജ പ്രജ. മൂപ്പരും പിത്തനൻ്റെ കൊള്ളി. മൂപ്പർക്ക് പിത്തനുണ്ടാക്കുന്ന പണിയാണ്, അനക്കും പിത്തനുണ്ടാക്കുന്ന പണിയാണ്. രണ്ടാളും ഇതിന് അടിമയാണ്, രണ്ടാളും ഇൻ്റർനെറ്റിന് അടിമയാണ്. മൂപ്പര് എന്നോട് വർത്താനം പറയാതെ ജമാഅത്ത് കഴിഞ്ഞോടുമ്പോൾ തന്നെ റൂമൊക്കെ മണ്ടിയത് ആ നേരം കൂടി മാന്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ പള്ളിയിലും മാന്തലാണ്, എല്ലാ ജമാഅത്തിലും മാന്തലാണ്. ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എനിക്ക് പള്ളി കിട്ടിയാൽ ആ സമയത്ത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും? മാന്തൽ, ഒരു മാന്താലിറ്റി. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എന്താ സമുദായം ആയത്? ഒരു മാന്താലിറ്റി. ഒക്കെ ഒരു മാന്തളാണ്, ഒക്കെ മാന്തളുകളാണ്. അതന്നെ ഒക്കെ നമ്മളെ സമുദായം ഇപ്പം മൊത്തം മാന്തളായി മാറി. മാന്തളിൻ്റെ മേലെ എത്ര മറ്റുള്ള മത്സ്യങ്ങൾ വിസർജിക്കുക. അതുകൊണ്ട് ഇപ്പം ലോകം മുഴുവൻ നമ്മളെ മേലെ വിസർജിക്കണം. അപ്പം മുസ്ലിമീങ്ങളെ മേലെയാണല്ലോ എല്ലാവരും വിസർജിക്കണം. കാരണം മുസ്ലിമീങ്ങൾ ആരാണ്? മാന്തള്, ഒക്കെ മാന്തളാണ്. ഇതൊക്കെയാണ് സത്യം. എല്ലാവരും പേച്ചു. മൂലിയർക്കൊക്കെ പേച്ചിട്ടില്ല, ആദ്യം പേച്ചതടാ മൂലിയർക്കാണ്. ഈ മൂലിയർ പേച്ചതുകൊണ്ടാണ് ഈ ഉമ്മത്ത് നാശമായത്. നമ്മൾ 100 കൊല്ലം 500 കൊല്ലം എന്തെങ്കിലും എന്താ നേടി? 100 കൊല്ലത്തിന് മുമ്പ് വഹാബികളോടുള്ള ദേഷ്യം ഇപ്പോഴത്തെ മൂല്യന്മാർക്കില്ല. അപ്പോൾ നഷ്ടമല്ലേ? ഇന്നത്തെ 100 കൊല്ലം കൊണ്ട് നേടി എന്തട നേടി? നഷ്ടമല്ല, എന്താ നേടി? 100 കൊല്ലം മുമ്പ് ഇന്ന് തുടങ്ങിയപ്പോൾ ഈ സമുദായത്തെ നശിപ്പിച്ച വഹാബികളോടുള്ള ദേഷ്യം 100 കൊല്ലം തീരുമ്പോൾ ഇല്ലാന്ന് മാത്രമല്ല, നമ്മളെ മുൻനിരയിൽ നടക്കണവർ ഞങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ വഹാബി സുഹൃത്തുക്കളുടെ കൂട്ടുകാരാന്ന് പറയുന്നത്. പിന്നെ എന്തിനാണിത് തുടങ്ങി? പിന്നെ ഇതിൻ്റെ പേരിൽ കുറേ ആളുകൾ കോടാനക്കോടി പൈസ ചെലവാക്കി, പിന്നെ ആളുകൾ ചോര തുപ്പി മരിച്ച്. എന്താ നേടിയത്? എന്താണ്? വിശ്വാസധാര തകർന്നു, കർമ്മധാര യൂറോപ്പിൻ്റെ കൂടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും ഇനി നടക്കൂലെന്ന് വിചാരിക്കും. ഇനി അവരെ ഭക്ഷണ രീതി കേട്ടോളൂ. അവർ വളരെ ഹെൽത്തി ഫുഡ് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ, വേറെ ഒന്നും അവരുപയോഗിക്കൂല. കഠിനമായി അധ്വാനിക്കുന്നവരായത് കൊണ്ട് തന്നെ ധാരാളം കലോറി ഉള്ളതും പോഷക ഗുണങ്ങളുള്ളതുമായ ഭക്ഷണമാണ് അവർ കഴിക്കുക. തങ്ങളുടെ തോട്ടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കഴിക്കുക. അപ്പം കാരണം ശരാശരി ഒരു കുടുംബത്തിന് വരെ എത്ര ഉണ്ടാവും? 40 മുതൽ 80 ഏക്കർ വരെ അവർക്ക് ഇതിൻ്റെ തോട്ടല്ലേ. എന്താ പ്രശ്നം? എന്താണ്? തോട്ടം പുറത്തായിരിക്കും, ഒന്നിച്ച് താമസിക്കും, തോട്ടങ്ങൾ പുറത്തായിരിക്കും. ഇങ്ങനെ പ്രഭാത ഭക്ഷണം, അവരുടെ പ്രഭാത ഭക്ഷണം മുട്ട, പിന്നെ ബേക്കൺ എന്ന് പറഞ്ഞാൽ ഇറച്ചി മുറിച്ചിട്ട് ഉണക്കിയിട്ടുണ്ടാക്കുന്നൊരു ഭക്ഷണം ബേക്കൺ, പിന്നെ ഉരുളക്കിഴങ്ങ്, ഫ്രഷ് പാല് എന്നിവ ഉൾപ്പെട്ട ഒരു ഭക്ഷണമാണ് രാവിലെ കഴിക്കുക. നല്ല നിറച്ച് കഴിക്കും രാവിലെ. മുട്ട, ബേക്കണ്, ഉരുളക്കിഴങ്ങ്, ഫ്രഷ് പാല്. അവരെ വീട്ടിൽ ആ പാലാണ് പാല്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പാല് എന്തല്ല. അപ്പം ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പാല് നിർത്തിയാലോ. അപ്പം ഞാൻ പറഞ്ഞു പാല് നിർത്തണ്ട. എന്തുകൊണ്ട്? പാക്കറ്റ് പാലിനേക്കാളും ഇതും എന്തല്ല, പാലൊന്നല്ല. ഇപ്പോൾ പശുവിന്ന് കറന്നെടുക്കണമെന്ന് നമുക്കൊരു പാലിനൊന്നും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഈ രാസപദാർത്ഥങ്ങളാണ് ആർക്ക് കൊടുക്കുന്നത്? പശു കൊടുക്കുന്നത്. അപ്പം അത് എന്നാലും അത് പാക്കറ്റല്ലല്ലോ. അതുകൊണ്ട് നിർത്തേണ്ട. എന്ന് രാവിലെ ഭാര്യ എന്നോട് പറഞ്ഞു പാല് നിർത്തിയാലോ. ഞാൻ പാല് നിർത്തണ്ട. അതേസമയത്ത് അവരെ പാല് ഒറിജിനലാണ്. കാരണം ഈ രാസപദാർത്ഥങ്ങളൊന്നും അവർ പശു ഉപയോഗിക്കുക. അപ്പം 500, 600, 800, 1000, 10000 കൊല്ലം മുമ്പുള്ള പശു തന്നെയാണ് അവരെ പശു. ഇപ്പോഴും ആ ഒരു കണ്ടീഷനിലാണ്. ഒരു പ്രശ്നം അവർക്കില്ല. ഇഷ്ടംപോലെ നല്ല ഫ്രഷ് പാൽ അവർക്ക് കിട്ടും. പിന്നെയോ ആമിഷ ഭക്ഷണം ഏറ്റവും പ്രശസ്തമായ ഭക്ഷണമാണ് ഫ്ലൈ പൈ,
ശർക്കരപ്പാനി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളരെ മധുരമുള്ള ഒരു കേക്കാണത്. അതവർ കഴിക്കും. അവർക്ക് അതൊക്കെ കഴിക്കാം. കാരണം നയിച്ചും അവർക്ക് എന്തുണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. ഹോം മെയ്ഡ് ബ്രെഡ് ദിവസം വീട്ടിൽ തന്നെ ചുട്ടെടുക്കുന്നു. ഫ്രഷ് ബ്രെഡും വെണ്ണയും ഇവരുടെ ഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പ്രകൃതിദത്തമായ പ്രിസർവേഷനാണ്. ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് പച്ചക്കറികളും മാംസവും ഉപ്പിലിട്ട് ഒക്കെ ഉണക്കി ഇവർ വിദഗ്ധമായി സൂക്ഷിക്കും. അതിന് ഫ്രിഡ്ജ് വേണ്ട, ഫ്രിഡ്ജില്ല. അപ്പോൾ അവർക്ക് പ്രകൃതിദത്തമായി ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ പഴയ കാലം മുതലേ എന്തുണ്ട്, ഉപ്പിലിട്ട് മാങ്ങുണ്ട്. അപ്പം തുറമാങ്ങാതെ സാധനമുണ്ട് ഇവിടെ. എവിടെ? വയനാട്ടിൽ. അത് ഫ്രിഡ്ജിലല്ല അത് സൂക്ഷിക്കുക. പിന്നെ മാങ്ങാത്തോല്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? മാങ്ങാത്തോല് ഉണക്കും, ഫ്രിഡ്ജിലല്ലല്ലോ ഭാഗത്തേക്കുക. അത് ഒരു കൊല്ലം തിന്നാൽ മാത്രം ഭാഗത്തേക്കും. ഉണക്കപ്പൂള വെട്ടിയിട്ട് വാട്ടും. ആ ഓർമ്മയില്ലേ നിങ്ങൾക്ക് വാട്ടപ്പൂളയൊക്കെ? അത് ഫ്രിഡ്ജിലല്ലല്ലോ, അതെങ്ങനെ അവിടെ കെട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. എന്നിട്ട് അത് എടുത്തിട്ട് അത് എന്താണ് ഇതിൻ്റെയൊക്കെ രസം? പ്രകൃതിദത്തമായ ഭക്ഷണം കൊല്ലങ്ങളോളം ഉപയോഗിക്കും. ഇപ്പൊ ഇറച്ചി ഉണക്കുന്ന സംവിധാനം പഴയ കാലത്ത് തന്നെ ഇറച്ചി ഉണക്കൂലേ? ഇറച്ചി മഞ്ഞളും മുളകും ഇട്ടിട്ട് വെയിലത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഉണക്കി ഇറച്ചി. അങ്ങനെ ഉണക്കി ഇറച്ചി കഴിച്ചിട്ടില്ലേ? ഈ പുതിയ കുട്ടിയൊക്കെ അറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. അങ്ങനെയല്ലേ? ഇറച്ചി ഉണക്കി അങ്ങനെ വെക്കും. അത് സൂക്ഷിക്കും. ഇപ്പൊ വീട്ടിൽ 2, 3, 4 പേരക്കാർ ഒന്ന് കൂടിയിട്ട് ഒരു ഉരുവിനെ ഇറക്കണമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഒരു 10, 15, 20 കിലോ ഒക്കെ എടുക്കും. എന്നിട്ട് മനസ്സിലായില്ലേ? എന്നിട്ട് അവർ എന്ത് ചെയ്യും? അത് ഉണക്കും. പിന്നെ അങ്ങനെ ഉപയോഗിക്കുക വീട്ടിൽ. അങ്ങനത്തെ ഒരു കാലം നമ്മളവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ഫ്രിഡ്ജുമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ കഴിക്കും. ഇന്നത്തെ കാലമായി പറഞ്ഞത് ഫ്രിഡ്ജില്ലാത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ. നമുക്ക് ഫ്രിഡ്ജില്ലെങ്കിൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും? അവിടെ ഫ്രിഡ്ജ് കടയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു പരിയിൽ ഫ്രിഡ്ജില്ലെങ്കിൽ എല്ലാം കൂടി ബരിയിട്ടിട്ട് ഫ്രിഡ്ജിനായി. കാരണം ഫ്രിഡ്ജില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപ്പിലിട്ട് ഉണക്കിയും വൃത്തിയായി അവർ സൂക്ഷിക്കും. കൊല്ലക്കണക്കിന് സൂക്ഷിക്കാൻ അവർക്കില്ല. ആധുനിക മരുന്നിനേക്കാൾ പ്രകൃതിദത്തമായ ചികിത്സ രീതിയാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. പച്ചമരുന്നുകൾ, തൈലങ്ങൾ, ഹെർബൽ തൈലങ്ങൾ ഇതൊക്കെ അവർ ഉപയോഗിക്കും. അതാണ് അസുഖം വന്നാൽ പച്ചമരുന്ന് ഉപയോഗിക്കും. തൈലം വളരെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. ആർക്കെങ്കിലും ഒരു വലിയ ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ, ഇപ്പം അമേരിക്കയിലൊക്കെ വലിയ ആശുപത്രി കൊണ്ടുപോയി പരമാവധി കൊണ്ടുപോകില്ല. അങ്ങനെ വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അവർക്കില്ല. അപ്പം എല്ലാവരും കൂടി എന്ത് ചെയ്യും? അതാണ് നടത്തി കൊടുക്കും. അത്രയേ ഉള്ളൂ. എന്ത് പുകവലിയും മദ്യപാനവും അവർക്കില്ല, പുറത്താക്കും. പുകവലിക്കൂല, മദ്യപാനമില്ല. റോബോട്ടുകളെ പോലെ പണിയെടുക്കും. അതുകൊണ്ട് ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയത് ആമിഷ് ജനതയിലില്ല. അവർക്ക് ഹൃദ്രോഗം ഇല്ല, അവർക്ക് അമിതവണ്ണമില്ല, അതൊന്നുമില്ല. ആമിഷ് വീടുകൾ വളരെ ലളിതമായ വീടുകൾ, നല്ല വൃത്തിയുള്ള വീടുകൾ. വൈദ്യുതി ഇല്ല. വീടുകൾ സർക്കാർ നൽകുന്ന വൈദ്യുതി ബന്ധം ഉണ്ടാകില്ല. പ്രകൃതിദത്തമായ വെളിച്ചവും കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് ജനലുകൾ നിർമ്മിക്കുന്നത്. രാത്രിയിൽ പ്രകാശത്തിനായി മണ്ണെണ്ണ വിളക്കുകളോ പിന്നെ പ്രോപ്പൈൻ ലാമ്പുകളോ ഉപയോഗിക്കും. മണ്ണെണ്ണ പോലത്തെ ഒരു ദ്രാവകമാണത്, അത് ഉപയോഗിക്കും. റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീന്, സ്മാർട്ട് TV, റേഡിയോ, കമ്പ്യൂട്ടർ ഒന്നും അവിടെ വീട്ടിലില്ല. കാർപ്പറ്റുകൾ നിലത്തി വിരിക്കില്ല. വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനായി തറയിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കി തടിയിലോ മറ്റോ ഉള്ളതാണ് അവർ നിർമ്മിക്കുക. വിശാലമായ അടുക്കളയായിരിക്കും. എല്ലാവരും ഒത്തുചേരുന്ന അടുക്കളയിലാണ്. എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കും. ഇനി അവരുടെ ഒരു ദിവസം പറയാം. ഒരു ദിവസം കേട്ടോളൂ. രാവിലെ 4:30, 5-നുള്ളിൽ അവർ എണീറ്റിരിക്കും. നമുക്ക് എണീക്കാൻ അവർക്ക് കഴിയും, നമുക്ക് കഴിയൂല. കാരണം ലേറ്റായിട്ട് കടന്നാലും കടക്കാന്ന് ഇങ്ങനെ കടക്കലല്ലേ. കടന്നിട്ട് എന്താ ചെയ്യാ? കിടക്കാൻ പോകാൻ 12 മണിയാവും. പിന്നെ കടന്നിട്ടോ പിന്നെ നോക്കും, പിന്നെ മാന്തും, അപ്പോൾ തോറും മാന്തും. അപ്പൊ കിടക്കാൻ തന്നെ ഉറങ്ങാൻ 2 മണിയാവും. പിന്നെ ഈമാന്തായി ആണെങ്കിൽ, വലിയ മോമിനും മുത്തൊക്കെ ആണെങ്കിൽ പള്ളി കമ്മിറ്റി മെമ്പറൊക്കെ ആവുമ്പോൾ എനിക്ക് പോകാതെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പള്ളിക്ക് ജമാഅത്തിനൊന്ന് സുബഹിസ്കരിക്കും. അതേമാതിരി പോത്തിനുമായി പിന്നെയും കിടക്കും. എനിക്ക് ഹാങ്ങോവർ തീരണമെങ്കിൽ ഉച്ചാണ്ടി വരും. അവരെത്രക്ക് എണീക്കും? 4:30 മണിക്ക് എണീക്കും. 4:30, 5-നുള്ളിൽ എല്ലാം ഉണർന്നിരിക്കും. എല്ലാവരും ആമിഷകൾ ഉണരും. ലക്ഷക്കണക്കിന് ജനത, അമേരിക്കയിലെ ജനത. നമ്മളെ കുട്ടികളോട് നിങ്ങൾ എണീക്കുന്ന കാര്യമല്ല, അവർക്ക് എണീക്കാൻ കഴിയില്ല. കാരണം അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? എന്തുണ്ട്? ഫോണുണ്ട്, ടച്ച് ഫോണുണ്ട്. ആർക്കും കഴിയൂല. ഫോൺ. പുരുഷന്മാർ അതിരാവിലെ പശുവിനെ കറക്കാനും തീറ്റ നൽകാനും തൊഴുത്തിലേക്ക് പോകും. അത് രാവിലെ എണീറ്റല്ല അവർ തൊഴുത്തിലേക്ക് പോകും. പുരുഷന്മാർ
സ്ത്രീകൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കും, മുട്ട, ബ്രെഡ് എന്നിവയൊക്കെ തയ്യാറാക്കും രാവിലെ. അപ്പോൾ 4:30 മണിക്ക് എണീക്കും. പുരുഷന്മാർ നേരെ തൊഴുത്തിരിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും വിശാലമായ തൊഴുത്ത് സംവിധാനമൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഭക്ഷണം തയ്യാറാക്കും. 8 മണി മുതൽ 12 മണി വരെ കുട്ടികൾ സ്കൂളുള്ള ദിവസങ്ങളിൽ സ്കൂളിലേക്ക് നടന്നു പോകും. എന്താ സ്കൂൾ? പിന്നെ അവരുടെ സ്കൂളിൻ്റെ രസം എന്ന് പറയുക ഒറ്റ ക്ലാസ്സാണ്, 8 ക്ലാസ്സും. ഭയങ്കര രസമാണ്. അതായത് ഇന്ന് ചേർക്കണ കുട്ടിയും പിരിഞ്ഞു വരുന്ന കുട്ടിയും ഒറ്റ ക്ലാസ്, ഒരു ക്ലാസ്, ഒറ്റ ക്ലാസ്. പാഠം മാറ്റി. നമ്മളെ ദർസിൽ 2 ക്ലാസ് ഉണ്ട്. പള്ളിയിലൊരു ദർസിൽ 100 ആളാണ് പറക്കുക. ഒരു ഉസ്താദ്, ആ ഉസ്താദ് തന്നെയാണ് മീസ പഠിപ്പിക്കുക, ആ ഉസ്താദ് തന്നെയാണ് അൽഫ പഠിപ്പിക്കുക, ആ ഉസ്താദ് തന്നെയാണ് അല്ലേ. പള്ളി ദർസാണത്, പള്ളി ദർസ. പിന്നെ ഒരാൾ 8 കൊല്ലം ഓതി ഒന്ന് തേഞ്ഞു പോയി, ആ ദർസ് തന്നെ. എന്താണെങ്കിലും ഗുണം വെച്ചെങ്കിൽ ക്ലാസ്സുകളില്ല, കുട്ടികൾക്ക് മുതിർന്നവർ പഠിപ്പിക്കും. അപ്പൊ ഈ കുട്ടിക്ക് മുതിർന്നവർ പഠിക്കാൻ ധാരാളം ഉണ്ടാവും. ഒറ്റ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടാവും. ഈ ടീച്ചർക്കോ ഒരു ട്രെയിനിങ്ങും ഇല്ല. 8ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്കിൽ ജയിച്ച സ്മാർട്ടായി പഠിച്ച കുട്ടിയായിരിക്കും എന്ത് അവിടുത്തെ ടീച്ചർ. അപ്പോഴത്തേന് ആ ടീച്ചർ കെട്ടിച്ച പിന്നെ ടീച്ചർ ഇങ്ങോട്ട് വരില്ല, തിരിഞ്ഞില്ല. ഒരു ടീച്ചർ ഏകദേശം എത്ര വരെ സ്കൂളിൽ ജോലി ചെയ്യുള്ളൂ? കെട്ടിക്കണവരെ. നിങ്ങൾ ഒറ്റ ക്ലാസ് മുറി അവരിങ്ങനെ കുട്ടികൾ നേർന്നിരിക്കും. ഇതിലുണ്ടാവും, ഞാൻ എടുത്തേരാം, കാണിച്ചു. ഒരു ക്ലാസ് റൂമൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് അവരുടെ രീതി. ഒറ്റ ക്ലാസ് 8 കൊല്ലം പഠിക്കും. 8 കൊല്ലം പഠിക്കുമ്പോഴത്തേന് എല്ലാം അറിയേണ്ട അത്യാവശ്യം ഗണിതം, ഇംഗ്ലീഷ്, ജർമ്മൻ ഭാഷ ഒരു അടിസ്ഥാന ഭാഷ. ജർമ്മന് അടിസ്ഥാന ഭാഷ. ജർമ്മൻ ഭാഷയും ഇംഗ്ലീഷും പഠിക്കും. മാത്സ് പഠിക്കും. മാത്സ് പറഞ്ഞാൽ കൂട്ടലും കിഴിക്കലും അത്രയല്ലേ ആവശ്യമുള്ളൂ. ഒരു IAS പോകണില്ലല്ലോ. അവർക്ക് പല പാലും ബിറ്റായിൻ്റെ കണക്ക്. ഇത് എവിടെ ഇപ്പം സംഭവം? അമേരിക്കൻ്റെ നടുവിൽ. അത്രയേ ഉള്ളൂ. 8 മണി മുതൽ 12 മണി വരെ. അതോടുകൂടി കുട്ടികളെ പണിയും കഴിഞ്ഞു. കുട്ടികൾക്ക് അത്ര സ്കൂൾ നടന്നു വരും. കുട്ടികൾ നടന്ന് സ്കൂളിലേക്ക് പോകും. പുരുഷന്മാർ ആ സമയത്ത് നിലമൊഴുകി ഫർണിച്ചർ നിർമ്മാണം മറ്റൊക്കെ എത്തലോ ചെയ്യും. സ്ത്രീകൾ ആ സമയത്ത് വീട് വൃത്തിയാക്കും, തുണി കഴുകൽ, പൂന്തോട്ടം പരിപാലിക്കലും ഒക്കെ ചെയ്യും, എല്ലാം ചെയ്യും. ഉച്ച കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും സ്ത്രീകളും പുരുഷന്മാരും പിന്നെ എന്ത് ചെയ്യും? പുരുഷന്മാർ വീണ്ടും ഒന്നും കൂടെ ഫീൽഡിലേക്ക്, കൃഷി സ്ഥലത്തേക്ക് പോകും. പെണ്ണുങ്ങൾ ഒന്നും കൂടി ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. കുട്ടികളെ സമയത്ത് കളിക്കും. അവ സന്തോഷകരമായ ജീവിതമാണ്. വൈകുന്നേരം നോക്ക് പഠിക്കണം. വൈകുന്നേരം 6 മണിയോടുകൂടെ എല്ലാ കുടുംബാംഗങ്ങളും അവിടെ എത്തിച്ചേരും. ഭക്ഷണം, രാത്രി ഭക്ഷണം എത്രക്ക്? 6 മണിക്ക് രാത്രി ഭക്ഷണം, അത്താഴം. എന്നിട്ട് ആ അത്താഴം കഴിക്കുന്നതിനിടയിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീട്ടുകാർ തമ്മിൽ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ നാട്ടുകൂട്ടത്തിലേക്ക് പോകും. പിന്നെ അവർ ബൈബിൾ വായിക്കും. മനസ്സിലായില്ല? 6 മണിക്ക് കൂടെ എന്നിട്ട് എന്ത് ചെയ്യും? 6 മണിക്ക് എല്ലാവരും അത്താഴം കഴിക്കും. വീട്ടിൽ നിന്ന് ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം അവർ ബൈബിൾ വായിക്കാൻ അവർ നാട്ടുകൂട്ടങ്ങളുണ്ട്, അതിലേക്ക് പോകും. അവിടെ ബൈബിൾ വായനയും നടക്കും. അയൽവാസികൾ തമ്മിൽ സംസാരം കാര്യങ്ങളൊക്കെ നടക്കും. ലാസ്റ്റ് 9 മണിക്ക് വീട്ടിലെത്തിയിരിക്കണം. അതാണ് സംവിധാനം. 9 മണിക്ക് കിടക്കാൻ പോകും. സന്ധ്യയ്ക്ക് ശേഷം ഒരു ബൈബിൾ വായനയോ അല്ലെങ്കിൽ അയൽക്കാരുമായി സംസാരിക്കുകയോ ചെയ്യും. രാത്രി 8:30 അല്ലെങ്കിൽ 9 മണിയോടുകൂടെ എല്ലാവരും ഉറങ്ങും. 4:30 അവർ എണീക്കും. 8:30 കിടക്കുന്ന ഒരാൾ 4:30 എണീറ്റാൽ എത്ര മണിക്കൂർ ഉറക്കായി? 8 മണിക്കൂർ ഉറക്കായില്ലേ? അത് ചെറിയ ഉറക്കാണോ? ഒരു മനുഷ്യൻ ശരാശരി എത്ര മണിക്കൂർ മതി? 6 മണിക്കൂർ. ഇവർക്ക് 8 മണിക്കൂറാണ്. ഇവർ അത്രയും അധ്വാനികളാണ്. 8:30 to 9:30, 8:30 to 4:30. 8:30 ഉറങ്ങാൻ കിടക്കും, 4:30 എണീക്കും. 9 മണി അല്ലെങ്കിൽ 5 മണി അതിൻ്റെ ഉള്ളിൽ എണീറ്റിരിക്കും. അങ്ങനെ ടിവിയോ ഇന്റർനെറ്റോ ഇല്ലാത്തതുകൊണ്ട് അവരുടെ വിനോദങ്ങൾ വ്യത്യസ്തമാണ്. പുസ്തക വായന, ചെസ് കളിക്കുക, ബോർഡ് ഗെയിംസ്, ഇങ്ങനെ അതൊക്കെ അങ്ങനത്തെ കളികളൊക്കെ കളിക്കും. ചെസ് കളിക്കും. പിന്നെ ബാക്കിയുള്ളൊരു പിന്നെ പാട്ടുപാടി പഠിക്കും. പാട്ട് പാടും. ഏറ്റവും മനോഹരമായ പാട്ട് പാടുന്ന വിഭാഗമാണ് അവർ. കാരണം അവർക്ക് ഇഷ്ടംപോലെ പാട്ട് പാടാൻ നേരം കിട്ടും. ഒരാൾ പാട്ട് പാടുന്ന വേറൊരാൾ കേൾക്കും, അപ്പോൾ അവനും പാടും. എല്ലാ ദിവസവും വൈകുന്നേരമായ എന്തായിരിക്കും? പാട്ടും കൂട്ടോ. ഇതിപ്പം നമുക്ക് ഈ ദുനിയാവിൽ നടക്കൂല. നമുക്ക് ഇനി പാട്ട് പാടാൻ എവിടെ എത്തണം? ചങ്ങായി മത്സരമൊന്നുമില്ലേ? സ്വർഗത്തിലെത്താതെ നമുക്ക് ഇനി പാട്ട് നടക്കൂല. ഇല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി നമ്മൾ മാറ്റിപ്പണിയണം. അത് മാറ്റിപ്പണിയണമെങ്കിൽ നമ്മളെ മൂല്യന്മാർക്കും തങ്ങന്മാർക്കും നമുക്ക് പേച്ചു. നമ്മൾ ഈ യൂറോപ്പിൻ്റെ പിന്നാലെ ഓടിയത് പേവാണ് എന്ന്
ഓർക്ക് അന്തം കിട്ടണം. അതിനാദ്യം ഇവരോട് നിങ്ങൾ ദുബായിക്കോ അബുദാബിക്കോ വരണ്ടെന്ന് അവിടെയുള്ള അന്തല്ലാത്തൊരു പറയണം. നിങ്ങൾ ഇങ്ങനെ വരൻ്റെ മൂല്യരെ കഴിഞ്ഞു കിട്ടോ എന്ന് പറയണം. അപ്പം ഇവിടുന്ന് നന്നാവും. മറ്റേ നിങ്ങളവിടെ ബാതിലും ബൊക്കയും കൊണ്ട് തുറന്നിക്കുന്ന കാലത്തോളം ഇവർ നന്നാവില്ല. ഇവർ നന്നാകാതെ നമ്മളെ സമുദായം നന്നാവില്ല. നന്നാവൂലേ? നന്നാവും. ഇനി ആദ്യം അവിടെ നിർത്തണം. വൈൻ തുഫ്തിമുഹു യംഫതിമീനല്ലേ പറഞ്ഞത്. ഒരടി കൊടുത്താൽ കുട്ടി അപ്പം മുലയും ചുണ്ടും കുട്ടി ഒരൊറ്റ അടിയാണ് കൊടുത്താൽ കുറേ കാലായാലുള്ള ജിന്ന ഈമ്പുണെന്ന് പറഞ്ഞ് തള്ള 2 വയസ്സായ ഒരടി നിർബന്ധം. മനസ്സിലായില്ല? ഇങ്ങനെ കൊടുത്ത് അങ്ങനെയല്ലേ ഈ മുല കൊടുക്കുന്നതനുസരിച്ച് യുവാവായിക്കൊണ്ട് അങ്ങനെ വരും. മുല അങ്ങനെ കുടിക്കും. മോനെ മദ്രസയിലാക്കിയാലും ഒയ്യമ്പേണ്ടി വരും. മോനെ 5ാം ക്ലാസ്സിൽ മദ്രസയിലാക്കിയാലും ഉമ്മാൻ്റെ ഇമാൻ വരുമ്പോൾ ചെയ്യുന്ന. അപ്പം ഇനി ഇത് നിർത്തണമെങ്കിൽ ഇനി ഓൻ്റെ പെണ്ണുങ്ങളെ മുലയ്ക്ക് ചാടണം. അതിൻ്റെ മുമ്പ് നിർത്തണമെങ്കിൽ തല്ലണം. ആര്? മുലല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയൂല. ഇല്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടണം? എന്തെങ്കിലും അന്തം വിട്ട് നോക്കണം. നിങ്ങൾ ഈ ദുബായിലും അബുദാബിയിലും ഉള്ളവർ പറയണ മൂല്യരെ നിങ്ങൾ ഈ പിരിവിന് ഇങ്ങോട്ട് വരണ്ട. അവിടെ ഉള്ളതുകൊണ്ടൊക്കെ ആക്കി വെച്ചാൽ ഇനി ഇവിടെ നടക്കൂല. തങ്ങളെ നിങ്ങൾ വലിയ തങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഇനി ഇങ്ങോട്ട് വണ്ടി വരണ്ട കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞ ഈ സമുദായം ഒരു നന്നാക്കും. കാരണം അപ്പം അവർക്ക് വീണ്ടും നന്നാക്കേണ്ടി വരും. ഇല്ലെങ്കിലും നന്നാവൂല. നമ്മൾ ഈ ചൂഷണമായിട്ട് അങ്ങനെ പോകും. ഇനി ആരെങ്കിലും NIC എൻ്റെ കുറേ ഐസിൻ്റെ നല്ല ആരെങ്കിലും നിങ്ങളവിടെ പറ്റൂല, നിങ്ങൾ ഇവിടുന്ന് പാഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് പായിക്കാണെങ്കിൽ പായണീൻ്റെ ഇടയിൽ നമ്മളൊക്കെ മാപ്പിളവരൊക്കെ ഇവിടുന്ന് പായാന്ന് സങ്കല്പിക്കും. ആ പായണീൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പാറപ്പുറത്ത് ഒരു 10 മിനിറ്റ് നേരം കിട്ടിയാൽ അവിടുന്ന് മജ്‌ലിസ് നൂറ് നടത്തിയാണ് പിരിക്കും. നമ്മളവിടെ എല്ലാവരും കൂടി അതാണ്. ഇപ്പം നമ്മൾക്ക് ഇനി പിരിവില്ലാതെ നടക്കാതെയായി. ഇവർക്കൊരു പിരിവില്ല, ഒരു പിരിവില്ല, പിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർക്ക് മതം പള്ള നിറച്ചാണ്. അവർക്ക് പിരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരെ മതം അവർ ആധുനികതയെ വലിച്ചെറിഞ്ഞു. ആധുനികതയെ വലിച്ചെറിയാത്ത കാലത്തോളം മതത്തെ സംശീകരിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. അപ്പം എന്ന് നിങ്ങൾ ഗൾഫുകാർ ഈ മൂല്യന്മാരും തങ്ങന്മാരും പടി അടച്ച് പിണ്ടം വെച്ചോ അന്ന് ഈ സമുദായം നന്നാവുള്ളൂ. പിന്നെ നിങ്ങൾക്കും കൊണ്ട് പോരാ. ഇവിടെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളോട് പോരാ. എല്ലാവർക്കും ആണല്ലോ ഇവിടെ കുടുംബത്തോടും ജീവിക്കാം. നിങ്ങളോ നാശമായി. എന്നോട് 25 കൊല്ലം ഗൾഫിൽ നിന്ന ഒരു ചങ്ങാതി പറയാണ്, ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടിക്കഴിഞ്ഞത് 600 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. 25 കൊല്ലം ഗൾഫിൽ കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി. പിന്നെ ഇടക്കിടക്ക് വരും പോവും. എന്നിട്ട് ഞാൻ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടിക്കഴിഞ്ഞത് 600 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. ഈ 20 ഇപ്പം ഞാൻ തന്തയായി, ഇനി എനിക്ക് ഒരു സുഖവും സൗകര്യവും ഇല്ല. 600 ദിവസം 700 ചില്ലാൻ ദിവസം വേണ്ടേ? 2 കൊല്ലം തന്നെ. പറഞ്ഞു എന്താണ് നമ്മളെ അവസ്ഥ? എന്താണ് നമ്മൾ ചിന്തിക്കാത്തത്? അതിനോട് മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർ നാശാവില്ലേ? നാശമായിട്ടുണ്ടാവുമല്ലോ. നാശം എനക്ക് പറ്റി, ഓൾക്ക് പറ്റി. എന്തുകൊണ്ട് ഞാൻ അവളെ കൂടെ ഇല്ല? ഇവിടെ ഒന്നും ചെയ്യാനില്ല. എന്തുകൊണ്ട്? എല്ലാവരും ഇന്റലിജന്റ് ആണ്. 6ഉം 7ഉം 10ഉം കുട്ടികളുണ്ട് ഒരു പരിയിൽ. പിന്നെ കണ്ണെട്ടിച്ചൊരു തോന്നിയാസം ചെയ്യാൻ ഉമ്മാക്ക് പറ്റൂല, ബാപ്പാക്കും പറ്റൂല. ബാപ്പാൻ്റെ അച്ഛൻ്റെ കൂടെ അവിടെ ആരുണ്ട്? കുട്ടികളുണ്ട്. ഒരു തോന്നിയാസം നടക്കൂല. കള്ളവരെ കുടിക്കൂല, കള്ളൂര് കുടിക്കൂല, പുക അവർ വലിക്കൂല. ഒക്കെ സമുദായത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അവർ വിജയിച്ചില്ലേ? അവർ 21-ാം നൂറ്റാണ്ട് വിജയിച്ചില്ലേ? എന്തിനാണ് അവരിത് ചെയ്തത്? എന്തിനാ ചെയ്തത്? ബൈബിൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ. എന്തുകൊണ്ട്? ആധുനിക ലോകവുമായി ഒട്ടിന്നാൽ ബൈബിൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ആ മനുഷ്യന്മാർ മനസ്സിലാക്കി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബോധമുള്ള ജനത അവരാണ്. ചിന്തിക്ക്. പാട്ടുപാടും. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് അവരെ വീട്ടിൽ എന്തില്ല? അവരെ വീട്ടിൽ ഈ എന്താ പറയുക, വാഷിംഗ് മെഷീനോ അതിൻ്റെ സംവിധാനങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? അവർ അയലിട്ട ഉണക്കുക. എന്താ ഒരു പെണ്ണ് വസ്ത്രം അലക്കി ഉണക്കി ചിക്കുന്ന ഒരു മെഷീൻ പെണ്ണ് എന്താ തന്നെ. ഇപ്പം അമേരിക്കൻ്റെ വല്ല ഇതിലും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കിയുള്ളൂ ഇപ്പം ആരായിരിക്കും? ആമിഷികളായിരിക്കും. ഉണക്കി ചിക്കണം. അവർ ഓരോ ദിവസം ഉണക്കി ചിക്കും. നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അയലുണ്ടാവും. ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. ചിന്തിക്ക്. അയകളിൽ വെച്ച് വസ്ത്രങ്ങൾ ഉണക്കുന്ന രീതി എല്ലാ ആമിഷ വീടുകളിലും കാണാം.
വീടിന് വെളിയിൽ കാറ്റിൽ ഒലയുന്ന വസ്ത്രങ്ങൾ ഒരു ആമിഷ് ഗ്രാമത്തിൻ്റെ അടയാളമാണ്. കാറ്റിൽ ഇങ്ങനെ വസ്ത്രം വലയുന്നത് കണ്ട് ഉറപ്പിച്ച ഞങ്ങൾ ആമിഷകൾക്കിടയിലാണ്. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച ജീവിത രീതിയാണ് അവർക്കുള്ളത്. തിരക്കുകളില്ലാത്ത കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിതം, അതാണ് അവരുടെ ജീവിതം. വിശ്വാസങ്ങൾ, ആരാധനാക്രമങ്ങൾ, അതെല്ലാം മനസ്സിലായില്ല, എല്ലാം ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, എല്ലാം ജീവിതത്തിന് ഓരോ ചലനത്തെയും നിയന്ത്രിക്കുന്നവയാണ് എന്ന്. അടിസ്ഥാന വിശ്വാസം, ആമിഷ വിശ്വാസം പ്രധാനമായും ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവഹിതത്തിന് കീഴൊതുങ്ങുക, ഇത് സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെയും സഭയുടെയും താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന തത്വം. അപ്പോൾ അവർ ദൈവത്തിനാണ് പ്രാധാന്യം നൽകുക. ബൈബിളിന് അവരവരുടെ ദൈവത്തിൻ്റെ ആയെയും സഭയുടെയും താല്പര്യങ്ങളെയാണ് അവർ മുന്നിൽ വെക്കുന്നത്. ലോകത്തിൽ നിന്ന് വേർപ്പെടുക, ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങൾ ദൈവവഴിയിൽ നിന്ന് തങ്ങളെ അകറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആധുനിക ലോകത്തിന് പൂർണ്ണമായും അവർ പുറം തിരിഞ്ഞു നിൽക്കുന്നു. ആരാധനാലയങ്ങൾ അവർക്കില്ല. ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ത്? അതിൻ്റെ പേരിൽ കോർപ്പറേറ്റ് വേണ്ട, അവർ സ്വന്തം വീട്ടിൽ ആരാധിക്കും. പിന്നെ വീട്ടിൻ്റെ വെളിയിലൊരു ചാപ്പലുണ്ടാവും. ആ ചാപ്പലിൽ അടുത്ത വീട്ടുകാരും ഒക്കെ പരിസരത്ത് എല്ലാ വീട്ടിലും ചാപ്പലുണ്ടാവും. അതായത് ഒരു പുറം ഷെഡ്, എല്ലാ വീട്ടിലും പുറം ഷെഡ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഈ വീട്ടിലാണ് ആരാധനയെങ്കിൽ നാളെ ആ വീട്ടിലായിരിക്കും. എല്ലാവരും ഒത്തുകൂടി ആരാധിക്കും. എന്തില്ല? പള്ളിയില്ല. അതിൻ്റെ പേരിലൊരു ഇൻട്രസ്റ്റ് വേണ്ട, ഒന്നുമില്ല എന്ന് ഒരു അടിസ്ഥാനമെന്നാണ് ഞാൻ ഒരു കൂട്ടത്തിൽ പറയട്ടെ. പിന്നെ പിൽക്കാലഘട്ടത്തിലാണ് ചർച്ചകൾ വന്നിട്ടുള്ളത്. യേശുവിൻ്റെ കാലത്ത് എന്തില്ല? യേശുവിൻ ചർച്ചില്ല. AD 4-ാം നൂറ്റാണ്ടിലാണ് ചർച്ച് വരുന്നത്, ചർച്ച് ഓഫ് നേറ്റിവിറ്റി. AD 4-ാം നൂറ്റാണ്ടിലാണ്. അതിനുമ്പില്ല. അപ്പം അതിനുമുമ്പ് ആരാധനാ സ്ഥലം എന്തുതന്നെയാണ് അവർക്ക്? സ്വന്തം ചാപ്പൽ, വീട് ചാപ്പൽ തന്നെ. പിൽക്കാലത്ത് മാറിയതാണ്. ചരിത്രം അങ്ങനെ, ഞാനത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഞാനതിൽ കയറുന്നില്ല. പക്ഷെ ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ ചർച്ചൊക്കെ പിൽക്കാലത്ത് വന്നതാണ് ക്രിസ്ത്യാനിറ്റിയിൽ എന്ന്. ലോകത്തിന് അവർ വേർപെട്ട് നിൽക്കും. എല്ലാം ചാപ്പലിലോ മറ്റൊക്കെയാണ് ആരാധന. മതം എന്നത് കെട്ടിടങ്ങളിലല്ല, മറിച്ച് മനുഷ്യരുടെ ഒത്തുചേരലിലാണ് എന്നാണ് അവരുടെ വിശ്വാസം. കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കലല്ല അവരുടെ ലക്ഷ്യം. പള്ളികൾ പണിയുന്നത് വഴി ഉണ്ടാകാവുന്ന അഹംഭാവം ഒഴിവാക്കാനും ഇതുവഴി സഹായിക്കും. അതായത് ഒരു പള്ളിന് മേലെ വേറൊരു പള്ളി ഉണ്ടാക്കിയ അഹംഭാവമൊന്നും വേണ്ട, ചെറിയ ചെറിയ ചാപ്പലുണ്ടാക്കിയിൽ ആരാധിക്കാൻ. ഞായറാഴ്ചകളിൽ അവരുടെ ആരാധന ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും വെവ്വേറെയാണ് ഇരിക്കുന്നത്. കഠിനമായ മരപ്പലകകളിൽ മണിക്കൂറുകളോളം ഇരുന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മരപ്പലകളിൽ ഇരിക്കും. ലോകത്തെ ഏറ്റവും വലിയ മില്ലിയണർമാരാണ്. സംഗീത ഉപകരണങ്ങളൊന്നും അവർ ഉപയോഗിക്കില്ല. ഹൗസ് ബാൻഡ് എന്ന 16-ാം നൂറ്റാണ്ടിലെ പുസ്തകങ്ങളിലെ പാട്ടുകൾ ഇവർ പാടും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്തുതിഗീത പുസ്തകമാണ് ഈ ഹൗസ് ബാൻഡ്. ഇതാണ് അവരുടെ രീതി. ഈ വസ്ത്രധാരണം. ആമിഷ് സ്ത്രീകൾക്ക് വസ്ത്രം എന്നത് ശരീരത്തെ മറക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, ഒരിക്കലും മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതല്ല. ആകർഷണ വസ്ത്രങ്ങളാണെങ്കിൽ ശരീരം മൊത്തം മറക്കും. നിറങ്ങൾ ചുവപ്പ്, നീല, പച്ച, ബ്രൗൺ തുടങ്ങിയ കടും നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. വസ്ത്രങ്ങൾ ചിത്രങ്ങളോ ഡിസൈനുകളോ ഉണ്ടാകില്ല. ആഭരണം, മോതിരം, മാല, കമ്മൽ എന്നിവ പോലും ഇവർ ധരിക്കില്ല. മുഖത്ത് മേക്കപ്പ് ഉപയോഗിക്കില്ല. ആമിഷ് സ്ത്രീകൾ മുടികൾ മുറിക്കാറില്ല. അവർ ഭംഗിയായി പിന്നിലേക്ക് മുടി കെട്ടി തലപ്പാവ് കൊണ്ട് മറച്ചു വെക്കും. മിക്ക സ്ത്രീകളും തങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ തന്നെ തുന്നും. കുടുംബത്തിന്റെ സമാധാനം, ഐശ്വര്യം നിലനിർത്തുന്നതിൽ ആമിഷ് സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ട ഭക്ഷണം അവർ തന്നെ തയ്യാറാക്കും. ബ്രെഡ്, കേക്ക്, ജാം എന്നിവ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വേനൽക്കാലത്ത് ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ശൈത്യകാലത്തേക്ക് വേണ്ടി കുപ്പികളാക്കി സൂക്ഷിക്കുന്നത് സ്ത്രീകളുടെ പ്രധാന ജോലിയാണ്. അപ്പോൾ അത് വേനൽക്കാലത്തുണ്ടായ പഴങ്ങളും മറ്റൊക്കെ അവർ ഉണക്കിയിട്ട് എവിടേക്ക് വെക്കും? ശൈത്യകാലത്തേക്ക്, ശൈത്യത്തിൽ അങ്ങോട്ടും. ആമിഷ് വീടുകൾ എപ്പോഴും വളരെ വൃത്തിയായിരിക്കും. വൈദ്യുതി ഇല്ലാത്തതിനാൽ കൈകൊണ്ട് തന്നെയാണ് അവർ വസ്ത്രങ്ങൾ അലക്കുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം. പല നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങൾ ചേർത്ത് തുന്നിയുണ്ടാക്കുന്ന മനോഹരമായ പുതപ്പുകൾ ഇവർ നിർമ്മിക്കും. ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടും. ഇത് ആമിഷ് സ്ത്രീകളുടെ പ്രധാന വരുമാനവും വിനോദവുമാണ്. സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളും കരകൗശല വസ്തുക്കളും ഇവർ റോഡരികിലുള്ള ചെറിയ കടകളിലൂടെയോ മാർക്കറ്റിലൂടെയോ വിൽക്കും. പുരുഷന്മാരെ കൃഷിപ്പണിയിലും കന്നുകാലികൾ നോക്കുന്നതിലും സ്ത്രീകൾ സഹായിക്കും. പെൺകുട്ടികളും ആട്ടുകുട്ടികളും എല്ലാം 8-ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തി അമ്മ വീട്ടുജോലികളും തുന്നലും കൃഷിയും പഠിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചത് ഇഷ്ടം പോലെ സമയം കിട്ടും. അവർക്ക് കിട്ടിക്കുന്നതിന് മുമ്പ് എല്ലാ അമ്മമാരും പഠിക്കും. വിവാഹത്തിന് ശേഷം സ്ത്രീയുടെ പ്രധാന ദൗത്യം നല്ലൊരു വീട്ടമ്മയാവുക എന്നതാണ്. ആമിഷ് സ്ത്രീകൾക്ക് വോട്ടവകാശമോ സഭയുടെ ഭരണത്തിൽ പങ്കോ ഇല്ലെങ്കിലും കുടുംബകാര്യങ്ങൾ അവരുടെ അഭിപ്രായത്തിന് വലിയ ഒരു വോട്ടോ മറ്റോ അതൊന്നും ഒരിക്കില്ല. അതിനൊന്നും അവർ പോവില്ല. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പശുക്കളെ കറക്കും,
ആമിഷ് സ്ത്രീകളുടെ ഒരു ദിവസം പ്രവൃത്തി. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പശുക്കളെ കറക്കും, പ്രധാന ഭക്ഷണം ഉണ്ടാക്കും, പിന്നെയോ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കും. പകൽ കൃഷിപ്പണി, വസ്ത്രം, തുന്നൽ, ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാനുള്ള ജോലികൾ അതൊക്കെ ചെയ്യും. വൈകുന്നേരം കുടുംബത്തോടൊപ്പം അത്താഴം, ബൈബിൾ വായന, നേരത്തെ ഉറങ്ങാൻ പോകും. വളരെ ലളിതവും എന്നാൽ കഠിനാധ്വാനം നിറഞ്ഞതുമാണ് അമിഷ് സ്ത്രീകളുടെ ജീവിതം. അവർ തങ്ങളുടെ പാരമ്പര്യത്തിലും ലളിത ജീവിതത്തിലും അഭിമാനം കൊള്ളുന്നവരാണ്. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെല്ലാം. പുരുഷന്മാരെ പോലെ സ്ത്രീകളും വളരെ ലളിതമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഫാൻറ്റും ഷർട്ടും, കടുനിറത്തിലുള്ള ഷർട്ടുകളും കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഫാൻറ്റുകളും ധരിക്കുന്നു. ബെൽറ്റിന് പകരം സസ്പെൻഡറുകൾ ഉപയോഗിക്കും. അതായത് ഇങ്ങനെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു വള്ളി, അങ്ങനത്തെ വള്ളി ട്രൗസറാണ് ഉപയോഗിക്കുക. വേനൽക്കാലത്ത് വൈക്കോൽ തൊപ്പികളും തണുപ്പ് കാലത്ത് കറുത്ത ഫെൽറ്റ് തൊപ്പികളുമാണ് ധരിക്കുന്നത്. വൈക്കോൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. കുട്ടികളെ പ്രധാനപ്പെട്ട കളി വൈക്കോലില്ല, ഇഷ്ടംപോലെ വൈക്കോലുണ്ട്. ഇത് നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഒരു 50-40 കൊല്ലം മുമ്പ്, 45-50 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിലെ കളി എന്താ? വൈക്കോലുണ്ട് അങ്ങനെ കൂട്ടിയേക്കും. നമ്മളെ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യും? അതിന് മേലെ കയറും, ഇവിടെ ചാടും, അവിടെ ചാടും. അപ്പോൾ ഇങ്ങനെ തന്താരി ചീത്ത പറയും, പിന്നെയും കയറും. ചിലർ കൈക്കലിൻ്റെ ഉള്ളിൽ ഒളിക്കും, സാറ്റ് കളിക്കുക, അങ്ങനത്തെ കുറച്ച് കളിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഒരാൾ അവിടെ എണ്ണും. അപ്പോൾ എണ്ണുമ്പോൾ അപ്പോഴൊക്കെ വേറുള്ളവരൊക്കെ എന്താവും? ഒളിക്കും. അതിൽ എവിടെ ഒളിക്കണത് കിട്ടില്ല, കാരണം ഈ ബൈക്കോലുണ്ട് രണ്ടിലൊക്കെ എഴുതിയിട്ട്. അതാണ് ആമിഷ കുട്ടികളെ പ്രധാനപ്പെട്ട കളി. നമ്മളെ കുട്ടികൾ എന്തിനാണ് കളിക്കുന്നത്? 1 വയസ്സായ കുട്ടി വരെ നെറ്റിലാണ് കളിക്കുക. ആ ടാബ് അത് കൈ കൊടുത്തിട്ടാണ് തിന്നാൻ കൊടുക്കുക. അങ്ങനെ തന്നെയാണ്. ചോറ് തിന്നണമെങ്കിൽ കുട്ടിക്ക് എന്ത് കൊടുക്കണം? മൊബൈലും ടാബും കൊടുക്കണം. എന്തേ കോച്ചുട്ടി ഓർന്നില്ല? നിങ്ങൾ ജനതയ്ക്ക് വന്ന അധപ്പതനം. നമ്മളെ സംസ്കാരം എത്രയാണ്? നമ്മൾ ശൈത്താൻ്റെ ഒപ്പം ഓടി. അതാണ് ഹദവൻ നഅലി ബിൻ നഅലി. ഈ നഅലി യൂറോപ്പിന്റെ ചെരുപ്പാണ്. ആ ചെരുപ്പിന് നമ്മൾ ചെരുപ്പോട് ഒപ്പിച്ചു. ഇതൊക്കെ ദുരന്തം തന്നെ, ദുരന്തം. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നവരെ അവർ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടും. കൃഷിപ്പണി, മരപ്പണി, നിർമ്മാണ ജോലികളൊക്കെ. ട്രാക്ടറോ വലിയ യന്ത്രങ്ങളോ ഇല്ലാതെ കുതിരകളെയും കൈക്കത്തിന് ഉപയോഗിച്ച് വലിയ ജോലികൾ അവർ പൂർത്തിയാക്കും. കുടുംബത്തിലെ പ്രധാന സാമ്പത്തിക കാര്യങ്ങൾ മറ്റും പുരുഷന്മാരാണ് തീരുമാനിക്കുന്നത്. എങ്കിലും കുടുംബത്തിലെ സമാധാനത്തിന് അവർ ഭാര്യയുടെ അഭിപ്രായങ്ങൾ തേടും. അങ്ങനെയാണ് അവരുടെ ജീവിതം. അത് വല്ലാത്തൊരു സന്തോഷകരമായ ജീവിതം. മക്കൾക്ക് കഠിനാധ്വാനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുകയും അവരെ നല്ല ആമിഷ് കർഷകനായി വളർത്തുകയും ചെയ്യുന്നത് എല്ലാ പുരുഷന്റെ ഉത്തരവാദിത്വമാണ്. അത് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം 8ാം ക്ലാസ് സ്കൂളില്ലല്ലോ. സ്വന്തം കുടുംബത്തെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുകയും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന ലളിത മനസ്കരായ മനുഷ്യരാണ് ആമിഷ് പുരുഷന്മാർ. ചിന്തിക്കണം. ആമിഷ് വിശ്വാസപ്രകാരം ഏറ്റവും പാപം അഹംഭാവമാണ്. താൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന ചിന്ത ഒരാളിൽ ഉണ്ടാക്കുന്ന എന്തിനേയും അവർ ഭയക്കും. അതുകൊണ്ട് അവർ ആഭരണങ്ങൾ ധരിക്കാത്തതും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തതൊക്കെ അവർ തമ്മിൽ ഫോട്ടോ എടുക്കൂല. പിൽക്കാലഘട്ടത്തിൽ വല്ല പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോട്ടോകളാണ്. ഒന്നും അവർ സമ്മതിക്കൂല. ഉയർന്ന ബിരുദങ്ങൾ അവർ നേടൂല. വ്യക്തികൾ പ്രധാനം ബിരുദങ്ങൾ വാങ്ങൂല. അപ്പം അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. IAS, IPS, എനിക്ക് മറ്റേ ബിരുദധാരിയെ വേണം, എനിക്ക് എഞ്ചിനീയർ വേണം, എനിക്ക് ഡോക്ടർ വേണം, അങ്ങനെ പറയാം. എല്ലാവർക്കും ആണുങ്ങൾക്കൊക്കെ ഒരു വിദ്യാഭ്യാസം, പെണ്ണുങ്ങൾക്കൊരു വിദ്യാഭ്യാസം. പിന്നെ എന്തിനാ IAS കാത്തിരിക്കണം? പിന്നെ ഒരുത്തൻ്റെ ഭാര്യ ആയാൽ ഓന് 40 ഏക്കറേ ഉള്ളൂ അല്ലെങ്കിൽ 80 ഏക്കറേ ഉള്ളൂ. ഓന് മൾട്ടി മില്യറൊക്കെ തേടണ്ട. എന്തുകൊണ്ട്? ഇവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റവരെല്ലാവരും സഹായിക്കും. ഒരു പ്രശ്നം ആമിഷ് കുടുംബത്തിലില്ല, ഒന്നുമില്ല. ചെലവാക്കാൻ ചെലവുമില്ല. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, പുറം ലോകത്തെ സംസ്കാരം തങ്ങളെ കുട്ടികളിലേക്ക് പടരുന്നതിനെയാണ് അവരുടെ സഭ പേടിക്കുക. അപ്പൊ സഭയുടെ അധ്വാനം സദാ നേതൃത്വം എന്തിലായിരിക്കും? യൂറോപ്യൻ സംസ്കാരം നമ്മളെ കുട്ടികളിലേക്ക് വരാൻ പാടില്ല. എവിടെയാണ് അവർ ജീവിക്കുന്നത്? അമേരിക്കയിൽ. ലോകത്തുള്ള എല്ലാ ഇന്റർനെറ്റിന്റെയും വാട്സപ്പിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ആസ്ഥാനം എവിടെയാ? ഈ സിലിക്കൺ വാലി, ഈ അമേരിക്ക, അതിന്റെ നടുവിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ അധ്വാനം എത്ര ഉണ്ടാവും? അതിനാണ് സഭ പ്രാധാന്യം കൊടുക്കുക. ആധുനിക ഉപകരണങ്ങൾ എവിടെ ഉണ്ടാകാൻ പാടില്ല. ആധുനികമായൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തേക്ക് പഠിക്കാൻ ഒരു കുട്ടി അനുവദിക്കില്ല. ഒരു കുട്ടി ഇവിടേക്ക് പ്രശ്നമുണ്ട്. ഒരു കുടുംബത്തിന് അവരെ മക്കൾ പഠിക്കണമെന്ന് തോന്നിയാൽ അവർ ആമിഷ് കുടുംബം വിട്ടുപോകണം. പിന്നെ കയറാൻ പാടില്ല. കാരണം പിന്നെ അവർ തിരിച്ചു വന്നാൽ പുറം ലോകത്തെ സംസ്കാരം കൊണ്ടാണ് വരിയാതെ സമൂഹത്തിന് നാശം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പോകുകയാണെങ്കിൽ പോയിക്കോളൂ, പിന്നീട് വരരുത്. നിങ്ങൾ പോണിന് വിരോധമല്ല, പിന്നെ അങ്ങോട്ട് വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പുറത്ത് പോയിട്ട് പോവുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പക്ഷെ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്നാൽ ഇവിടെ വൈകുന്നേരം ഇവിടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളെ ദുബായ് പോക്കൊന്നും അവിടെ നടക്കൂല. ഒന്നുമില്ല. കൃഷിപ്പണി എടുക്കുക, അധ്വാനിക്കുക, ജീവിക്കുക, മരിക്കുക. മരണത്തിനൊരു പേടിയില്ല.
കാരണം അവർ ബൈബിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. ബൈബിൾ അനുസരിച്ച് ജീവിച്ച സ്വർഗം കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാ പ്രശ്നമുള്ളത്? അവർ ബൈബിളിന് ജീവിത പദ്ധതിയാക്കാണ്, പ്രാർത്ഥിക്കൽ മാത്രമല്ല. ടെലിവിഷൻ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവ വീടുകൾ നിരോധിക്കാൻ കാരണം ഇതാണ്. സഭയെ നിയന്ത്രിക്കണം. അതായത് പറ്റൂല. ഫാദർമാർ, അച്ഛന്മാർ നിയന്ത്രിക്കണം, സഭ നിയന്ത്രിക്കണം. ഇന്റർനെറ്റും ടി വിയും വീട്ടിലുണ്ടാവുന്നത് അവർ നിയന്ത്രിക്കണം. അത് ലോകത്തിന്റെ വഴിയിലേക്ക് കുട്ടികളെ നയിക്കുകയും ഇവ കുടുംബ ബന്ധങ്ങളെ, ഈ സാധനങ്ങൾ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും വന്നാൽ അത് കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുകയും ലോകത്തിന്റെ വഴിയിലേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു അമീഷ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. തങ്ങളെ വിശ്വാസങ്ങൾ ലംഘിക്കുന്നവരെ സഭ പുറത്താക്കും. പിന്നീട് സ്വന്തം കുടുംബം പോലും അവരോട് സംസാരിക്കില്ല. ഈ ഏകാന്തത വേർപെരും അവർക്ക് വലിയ ഭയമാണ്. അതായത് തന്തന വരെ അതായത് തെറ്റിച്ചാൽ, നിയമം തെറ്റിച്ചാൽ, കള്ളുടിച്ചാൽ, നിയമം തെറ്റിച്ചാൽ സഭയിൽ നിന്ന് പുറത്താക്കും. സഭയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ സ്വന്തം ഭാര്യ പോലും അയാളോട് സംസാരിക്കാൻ പാടില്ല. കർശനമാണ്. പിന്നെ അയാൾ സഭയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി വന്നിട്ട് തെറ്റേറ്റ് പറയണം. പിന്നീട് വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ ഒരു തെറ്റൊരാൾ ഒറ്റപ്പെടാൻ നോക്കൂല. കാരണം ഭയങ്കര പ്രശ്നമാണ്. ഒരു സ്ഥലം പറയുന്ന ആളുണ്ടാവില്ല. അതന്നെ തങ്ങളുടെ സ്കൂളുകളിലോ ആചാരങ്ങളിലോ സർക്കാർ ഇടപെടുന്നത് അവർ ഭയക്കുന്നു. സർക്കാരിന് എതിരുമാണ്. നിർബന്ധിത സൈനിക സേവനം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യം സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളുടെ ജീവിത രീതിയെ തകർക്കുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് അതിനൊന്നും അവർ പോവില്ല. സർക്കാരുമായി പലപ്പോഴും ഫൈറ്റ് ചെയ്യും. സാങ്കേതിക വിദ്യയുടെ വേദന. അമേരിക്കയിലെ പ്രാഥമിക വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം +2 ആണ്. അമേരിക്കയിൽ ഓരോ വ്യക്തിക്കും എന്തുണ്ടായിരിക്കണം? +2 ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അവിടെയാണ് ഇവർ എവിടെ നിർത്തുന്നത്? 8ൽ നിർത്തും. എന്താ കേസ് കൊടുത്തു. സർക്കാർ ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയ ഇവർ കേസ് കൊടുത്തപ്പോൾ ഇവർക്ക് എന്ത്? അതൊരു സമൂഹമാണ്. ആ സമൂഹം 8ൽ നിർത്തിക്കോട്ടെ, അതായത് മതപരമായ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് എന്തൊന്ന് വിധി വാങ്ങി. ഇപ്പോൾ ഒരു 8-നപ്പുറം. അമേരിക്കയിലെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് എന്ത്? +2 താഴാൻ പാടില്ല. അതേസമയത്ത് ഇവർക്കതില്ല. ഇവർ 8ൽ നിർത്തും. യുദ്ധം ചെയ്തു സർക്കാരിനോട്, സർക്കാർ തോറ്റു. ഇവർ അനുകൂലമായ വിധി വാങ്ങി. അതന്നെ ഒരു ജനത അങ്ങനെ. കാരണം അതിലേക്ക് പോയാൽ ഞങ്ങളെ കുട്ടികളെ നാശമാവും. 9ാം ക്ലാസ്സിൽ ഞങ്ങളെ കുട്ടികളെ നാശമാവും. 10ാം ക്ലാസ്സിലെ കണക്കൊടിച്ച് ഞങ്ങളെ കുട്ടികളെ നാശമാവും. നമ്മളിപ്പോൾ കോടികൾ പിരിക്കണതിന് നമ്മളെ കുട്ടികളെ പരമാവധി യൂറോപ്പിലേക്ക് എത്തിക്കണം. മുമ്പ് CHും CDHും ലണ്ടനിൽ പോയൊരു കഥ ഉണ്ട്. അപ്പൊ അന്ന് ഒരു സിനിമ ഇറങ്ങിയത്രേ, മണ്ടന്മാർ ലണ്ടനിൽ. അപ്പൊ CHനോട് പറഞ്ഞു, നമ്മളിവിടെ എത്തിയവര് ആരാ അവരോട് പറഞ്ഞില്ല. അക്കാലത്തൊരു സിനിമ ഇറങ്ങി, മണ്ടന്മാർ ലണ്ടനിൽ. അപ്പൊ പിന്നെ CH പറയത്രേ CDHനോട്, എന്ത് നമ്മളിവിടെ ലണ്ടനിൽ എത്തിയവരും ആരാ ചോർത്തി എന്ന് പറഞ്ഞതുപോലെ. ഇത് സർക്കാരിനെ തന്നെ കാറുകൾ ഉപയോഗിച്ചാൽ തന്നെ സാങ്കേതിക വിദ്യ മനുഷ്യനെ മനസ്സിലാക്കുമെന്നും പ്രകൃതിയിൽ നിന്ന് അകറ്റുമെന്നും ഭയക്കുന്നു. ട്രാക്ടറുകളോ കാറുകളോ ഉപയോഗിച്ചാൽ ആളുകൾ ദൂരസ്ഥലത്തേക്ക് പോകുമെന്നും അത് അയൽക്കാരുമായുള്ള ബന്ധം കുറയുമെന്നും അവർ വിശ്വസിക്കുന്നു. അപ്പോൾ കാറില്ലാതിരിക്കാൻ കാരണം എന്താ? കുതിരവണ്ടി പോകുന്നതിന് പരിധിയുണ്ട്. കാറായാൽ പിന്നെ പെരുമ്പോക്കവും പിന്നെ എന്ത് ബന്ധം ഉണ്ടാവില്ല. ഒടുക്കാണ്ട് പോകണ പണിയിരിക്കും. ആരോട് ബന്ധം ഉണ്ടാവില്ല? അയൽവാസിയോട് ബന്ധം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അയൽവാസികളോട് യാതൊരു ബന്ധമില്ല. എന്ത് ബന്ധമുള്ള? ആർക്കും ബന്ധമില്ല. മൂലയ്ക്കില്ല, തങ്ങൾക്കില്ല, എനിക്കില്ല, അങ്ങൾക്കില്ല, ആർക്കില്ല. ആരോട് ബന്ധമില്ല. എന്താ അയൽവാസി? എവിടുത്തെ അയൽവാസി? അതന്നെ ഒരു ജനതയുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. ഇൻഷുറൻസ്, പെൻഷൻ സർക്കാരിനെ ഇൻഷുറൻസ് കമ്പനിയോ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ഭയക്കുന്നു. ഒരു ആത്മീയ പരാജയമായിട്ടാണ് അതിനെ അവർ കാണുന്നത്. കഷ്ടപ്പാട് സഹായിക്കാൻ ദൈവവും സ്വന്തം കമ്മ്യൂണിറ്റിയും ഉണ്ടാവണം എന്നതുകൊണ്ട് അവർ ഇൻഷുറൻസ് എടുക്കൂല. ഇൻഷുറൻസ് എടുക്കാത്ത എന്താ? നമ്മളൊക്കെ ദൈവമുണ്ട്, പിന്നെ നമ്മൾ ജനങ്ങൾ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് വേണ്ട? വലിയ രോഗങ്ങൾ ഉണ്ടാവില്ല, ആര് സഹായിക്കും? ഇനി വലിയ ഓപ്പറേഷനൊക്കെ വേണ്ടി എന്നാൽ നമ്മളെ കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ആരുണ്ട്? ജനങ്ങളുണ്ട്. പിന്നെ എന്തിനാ പേടിക്കും? എന്ത് ചുരുക്കത്തിൽ അവർ ഭയപ്പെടുന്ന മരണത്തെ അല്ല, ലാളിത്യവും വിശ്വാസവും നഷ്ടപ്പെട്ട് ആ ആധുനിക ലോകത്തിൻ്റെ തിരക്കുകളിൽ നമ്മുടെ ജനങ്ങൾ അകപ്പെട്ടു പോകുന്നതിന് മാത്രമാണ് അവരെ മരണം ഒരിക്കൽ പേടിയെന്നില്ല. കാരണം അവർ ബൈബിൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കൽ പ്രശ്നം ഉണ്ടാവില്ല വിശ്വസിക്കുന്നു. ആമിഷ് കുട്ടികൾ പഠിക്കുന്നത് വലിയ സ്കൂളുകളിലല്ല, പകരം ഒരു ഗ്രാമത്തിലെ ചെറിയ ഏകമുറി വിദ്യാലയത്തിൽ, ഒരു ഏകമുറി വിദ്യാലയം. എല്ലാ ക്ലാസ്സും ഒന്നിച്ചാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരേ മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠിക്കും. മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ പഠിക്കാൻ സഹായിക്കും. ഇത് അവർക്കിടയിൽ ഒത്തൊരുമ വളർത്തുന്നു. ആമിഷ് കുട്ടികൾ 8ാം ക്ലാസ് കഴിഞ്ഞാൽ ഔപചാരിക പഠനം നിർത്തുന്നു.
ഇതിന് പിന്നിൽ പ്രത്യേകമായ കാരണങ്ങൾ. ഒന്ന്, ജീവിതത്തിന് ആവശ്യമായ വായന, എഴുത്ത്, ഗണിതം എന്നിവ 8ാം ക്ലാസ്സോടുകൂടി ലഭിക്കും. പിന്നെ എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? അതിനുശേഷം കുട്ടികൾ കൃഷിയിലോ മറ്റ് കൈത്തൊഴിലുകളിലോ പ്രായോഗിക പരിശീലനം നേടുന്നു. അത് മതി. ഉന്നത വിദ്യാഭ്യാസ കുട്ടികളെ തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകറ്റുമെന്ന്. ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ അവർ പഠിച്ചോനെ മറക്കും. ഒരു നിരീശ്വരവാദികളോ നമ്മളെപ്പോലെ തന്നെ. നമ്മുടെ കുട്ടികൾ നിരീശ്വരവാദികളായി, ലിബറലിസ്റ്റായി. അപ്പോൾ അതിനെ അവർ ഭയക്കുന്നു. നമ്മളെ പാരമ്പര്യത്തിനും വിശ്വാസത്തിനും അകന്നു പോകുന്നു. ഇംഗ്ലീഷും ജർമ്മനും അവർ പഠിക്കും. പ്രാർത്ഥനക്കായി ഹൈ ജർമ്മൻ ഉപയോഗിക്കുന്നു. ദൈനംദിന ജീവിതത്തിലെ കണക്കുകൾക്കും കൃഷിക്കും ആവശ്യമായ മാത്രം ഗണിതം പഠിക്കും. ലോകത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങളും അവർ പഠിക്കും. അതിനപ്പുറമൊന്നും അവർ പഠിക്കില്ല. അധ്യാപകരായ ആമിഷ് സ്കൂളുകളിലെ അധ്യാപകർ സാധാരണയായി വിവാഹം കഴിക്കാത്ത യുവതികളായിരിക്കും. കോളേജ് ബിരുദങ്ങൾ ഉണ്ടാവില്ല. പകരം ആമിഷ് കമ്മ്യൂണിറ്റി തിരഞ്ഞെടുത്ത മിടുക്കരായ 8ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും ഇവർ. മനസ്സിലായില്ല? അപ്പൊ ആരാ ടീച്ചർ? 8ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനി വിവാഹത്തിൽ ഭർത്താവിൻ്റെ ഒപ്പം പോകും, പിന്നെ ജോലിക്ക് വരില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. നല്ല സ്വഭാവം, അച്ചടക്കവും ഒക്കെ അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകും. കാരണം അങ്ങനെ നേടി IAS കാരനാക്കലല്ല ഇവരുടെ ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. നല്ല സ്വഭാവവും നല്ല രീതിയൊക്കെ ഉണ്ടാക്കുക. ഇന്ന് നമ്മളെ അവസ്ഥ ഇന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് മൊബൈലിൽ കോഴിക്കോട് കുടുംബത്തിൽ, എൻ്റെ ഭാര്യ കോഴിക്കോട്ടുകാരാണ്. അപ്പോൾ അവൾ എന്നോട് എനിക്ക് തന്ന ഒരു എന്താ പറയുക, ഇന്ന് കോഴിക്കോട് വീടുകളിൽ വന്ന ഗ്രൂപ്പുകളിൽ വന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഒരാൾ അയച്ചത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിക്കാം. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ധാരാളം മതിയാവും. ഇത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കോഴിക്കോട് പിന്നെ ഈ കുടുംബ വീടുകളുടെ ഗ്രൂപ്പുകളിലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ അവർ തറവാട് കോഴിക്കോടായതുകൊണ്ട് ഒരു തറവാട് ഗ്രൂപ്പിൽ വന്ന ഒരു സാധനം ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരാൾ എഴുതി പോസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് മുന്നിലൊന്ന് വായിക്കാം. ശ്രദ്ധിക്കണം, വായിക്കാം. ഇതാ, കോഴിക്കോട് ടൗൺ ഭാഗത്ത് ഹോസ്റ്റലിൽ പെൺകുട്ടികളെ ചേർക്കുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ. അബ്ദുള്ള, കോഴിക്കോട്. ഹോട്ടൽ ജോലി കഴിഞ്ഞ് രാത്രി 1 മണിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്നും ഞാൻ കാണാറുള്ള കാഴ്ചയാണ്. ഏകദേശം +2 കഴിഞ്ഞ് 20 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ ബൈക്കിൻ്റെ നടുവിലിരുത്തി 2 ആൺകുട്ടികൾ പോകുന്ന കാഴ്ചകൾ. ജോഡികളായി ആൺകുട്ടികളും പെൺകുട്ടികളും, ബൈക്കിലും കാറിലും ജീപ്പിലുമായി 2ഓ 3ഓ പെൺകുട്ടികളും ഒരുപാട് ആൺകുട്ടികളും, എല്ലാവരും മാക്സിമം 22 വയസ്സിന് താഴെയുള്ള മാത്രം പ്രായമുള്ളവർ. അത് ഇയാൾ പറയാം. ഞാൻ രാത്രി ഹോട്ടൽ പണി കഴിഞ്ഞ് പോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ബൈക്കിൽ 2 ആൺകുട്ടികൾ, നടുവിൽ ഒരു പെൺകുട്ടി. അത് ചിലപ്പോൾ കാറിലായിരിക്കും, ചിലപ്പം ആൺകുട്ടികൾ കുറച്ച് കൂടുതലുണ്ടാവും, പെൺകുട്ടികളെണ്ണം കുറവ് വരും. അവർ 2 to 3 മണി സമയത്ത് ബീച്ചിൻ്റെ ഉൾഭാഗത്തേക്ക്, കുറ്റിക്കാടുകളുടെ ഭാഗത്തേക്ക് പോകുന്നതും പുലർച്ചെ 5 മണിയോടെ തിരിച്ചു വരുന്നതും സർവ്വസാധാരണമാണ്. അതായത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളെ പറ്റി പറയുന്നത്. മറ്റു ചിലർ കോഴിക്കോട് നഗരങ്ങളിലും ബൈക്കിലും കാറിലുമായി കറങ്ങുകയും ചില സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് വാഹനത്തിനുള്ളിൽ വെച്ച് പല പ്രവർത്തനങ്ങളും നടത്തുന്ന നിത്യസംഭവമാണ്. രക്ഷിതാക്കളോട് ഹോസ്റ്റലുകാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമെങ്കിലും അധിക ഹോസ്റ്റലുകളിലും അവരുടെ അറിവോടെയും കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ചെക്കന്മാർ അവരെ കൊണ്ട് പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹോസ്റ്റലുകാർക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവിടുത്തെ അസൗകര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ മറ്റു ഹോസ്റ്റലിലേക്ക് പോകും. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതായത് ഈ ഹോസ്റ്റലുകാർ ഇങ്ങനെ പെൺകുട്ടികളെ ചാടിക്കാൻ വേണ്ടി ആൺകുട്ടികൾ വന്നാൽ വിട്ടുകൊടുക്കും. എന്തുകൊണ്ട്? ഇത് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടി ആ ഹോസ്റ്റലിൽ നിൽക്കൂല. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നറിയാൻ ഒരു ബൈക്കെടുത്ത് ആർക്കും ഏത് ദിവസവും കോഴിക്കോട് ബീച്ചിലൂടെയും മറ്റ് റോഡുകളുടെയും പ്രസ്തുത സമയത്ത് രാത്രി 12, 1 മണി, 2 മണി, 3 മണി ആ നേരത്തും പോയി നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ മക്കൾക്ക് പൈസയും സൗകര്യവും കൊടുത്ത് ഇത്തരം വിദ്യാഭ്യാസം നൽകിയാൽ മാത്രം പോരാ, അവരുടെ സംസ്കാരവും ജീവിതവും കൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എറണാകുളത്തും തൃശ്ശൂരുമെല്ലാം ഇതിനേക്കാൾ അധികമാണെന്ന് കേൾക്കുന്നു. എൻ്റെ മകൾ അക്കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നല്ല, അവൾ മാത്രമേ അക്കൂട്ടത്തിൽ ഉണ്ടാവുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇനി നമ്മുടെ വിജയം. മനസ്സിലാണ്ട് പറഞ്ഞു. കോഴിക്കോട് ബസ് സ്റ്റാൻഡുകൾ, വെള്ളയിൽ, കുറ്റിച്ചിറ, മുഖദാർ, വരക്കൽ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നാട്ടുകാർ ആരോട് ചോദിച്ചാലും ഈ സത്യം മനസ്സിലാവും. ഞങ്ങൾ നാട്ടുകാർ ഇവർക്ക് ഒന്ന് അല്പം മാറി നിന്ന് ആയിക്കൂടെ എന്ന് പോലും പലപ്പോഴും അടക്കം പറയാറുണ്ട്. പോലീസിനോ നാട്ടുകാർക്കോ ഒന്നും ചെയ്യാൻ നിയമമില്ല. പണ്ടൊക്കെ രാത്രി 9 ആയാൽ ബീച്ചിൽ നിന്ന് പോലീസ് എല്ലാവരെയും ഒഴിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇതിൽ 1-ാം പ്രതി ആൺകുട്ടികളാണെങ്കിലും ഇരകളാകുന്നത് മുഴുവൻ പെൺകുട്ടികളാണ്. 100-ൽ 95-ഉം ചെറുപ്പത്തിൽ നല്ല മതവിദ്യാഭ്യാസം ലഭിച്ച കുട്ടികളാണെന്ന് അവരുടെ വേഷം കണ്ടാൽ അവർക്ക് മനസ്സിലാവും. മനസ്സിലായില്ല? ഇവർക്ക്
ഇവര് ആരെന്നെയാണ്, ഒരു വേഷം കണ്ടാൽ തന്നെ തിരിയും. ഇവർ ഈമാൻദാരി വീട്ടിൽ നിന്ന് വരുന്നവർ തന്നെയാണ്. പക്ഷെ ആൺകുട്ടികൾ ദുരുപയോഗം ചെയ്യും. ചിലപ്പോൾ ആവശ്യത്തിന് മുഖം മറക്കാൻ ഷോൾ എടുത്തു വരുന്നവരും ആയിരിക്കാം. ഏതായാലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കുന്നത് നല്ലതാണ്. പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രണയമല്ലേ, അതവരെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയുന്നവരും നമ്മളെ സദാചാരികളാക്കുന്നവരും ഉണ്ടാകും. ബട്ട് രാത്രി 2 മണിക്ക് ശേഷം മാത്രം ഓണാവുന്ന പ്രണയം പരിശുദ്ധമായതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്നിപ്പോൾ കുടുംബ വീടുകളിലെ ഗ്രൂപ്പുകളിൽ മൊത്തം ഇത് ഉണ്ട്. എൻ്റെ ഭാര്യ കോഴിക്കോട്ടുകാരിയായതുകൊണ്ട് അവരെനിക്ക് തന്നതാണ്. അപ്പം ഞാൻ എൻ്റെ നമ്മിലേക്ക് അയച്ചു കയറും. എന്തുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ മുന്നിൽ കേൾപ്പിക്കാൻ. അതായത് ഈ ഒരു പ്രശ്നം ആർക്കില്ല, ആവശ്യങ്ങൾക്കില്ല. കാരണം അവർ 8 മണി മുതൽ 12 മണി വരെ അത്ര പഠിക്കാനുള്ള. എന്തിനും കുറെ പഠിക്കണ്. എന്ത് പഠിക്കണ്? എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പം റസൂലുള്ളാഹിന്റെ കാലത്ത് എന്ത് പഠിപ്പാനുള്ളത്? എന്നിട്ട് ഓലൊക്കെ മരിച്ചു. ഈ സ്കൂളില്ല, മദ്രസയില്ല. എന്നിട്ട് ആ കുട്ടികൾ നാശമായി. എൻ്റെ കൂടെ അല്ല. ഈ കുട്ടികളൊക്കെ സ്കൂളും മദ്രസയും വന്നപ്പോഴാണ് നാശമായത്. റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല? പടച്ചോനെ ഇവർക്കൊരു അന്തം കൊടുക്കണ എന്തില്ല? റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല? സ്കൂളും ഇല്ല, മദ്രസയില്ല. എന്നിട്ട് ഓല് മരിച്ചു. എന്നിട്ട് ഓൽക്ക് വല്ല കുഴപ്പം പറ്റും. ഓലാണ് യൂറോപ്പ് പിടിച്ചിറക്കിയത്. ഓൽക്ക് എന്തറിയില്ല? ഇംഗ്ലീഷ് അറിയില്ല, ഒരു മാത്സ് പഠിച്ചിട്ടില്ല. പക്ഷെ ഓൽക്ക് എന്തുണ്ട്? അന്തണ്ട്. ഈ യൂറോപ്പിൽ തന്നെ ഇത് ഇംഗ്ലീഷ് പഠിച്ചോനാ എന്നെ അടിമയാക്കുക. കാരണം ഇത് യൂറോപ്പിന് അടിമയാണ്, മറ്റൊരു യൂറോപ്പിന് അടിമയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അക്കാലത്തെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളൊന്നും ആരുടെ അടിമയല്ല, യൂറോപ്പിൻ്റെ അടിമയല്ല. ഇന്ന് ഈ ഏഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ മതങ്ങളെ യൂറോപ്പ് പിടിച്ചിറക്കി. കാരണം നമ്മൾ ആരുടെ അടിമയാണ്? യൂറോപ്പിൻ്റെ അടിമയാണ്. നമ്മൾ നാശവും ചെയ്തു. ഇതിപ്പോൾ ഒരു മനുഷ്യൻ തുറന്ന് എഴുതിയാണ് കണ്ടത്. ഈ പ്രശ്നം ഒരിക്കില്ല. കമ്പ്യൂട്ടറില്ല, സാങ്കേതിക വിദ്യയില്ല, ഇന്റർനെറ്റ് ഒന്നുമില്ല. പുസ്തകങ്ങളും സ്ലേറ്റുകളും പെൻസിലുകളും ഉപയോഗിച്ചാണ് ഇന്നും അവർ പഠനം നടത്തുന്നത്. ഇപ്പോഴും പഠിക്കണം. അങ്ങനെ കുറച്ച് പഠിക്കാനുള്ളൂ. ആദ്യകാലത്ത് 8ാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നതിന് അമേരിക്കൻ സർക്കാർ കേസെടുത്തിരുന്നു. എന്നാൽ 1972 അമേരിക്കൻ സുപ്രീം കോടതി അമീഷ് ജനതയ്ക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്താൻ അനുമതി നൽകി. 1978 അവർ അനുമതി വാങ്ങി. 72 അതായത് ഞങ്ങൾ 8ൽ വിദ്യാഭ്യാസം നിർത്തും. സർക്കാരിനൊരു വിരോധമല്ല, നിയമമാണ് അവിടെ. 8ാം ക്ലാസ് കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം കൃഷിപ്പണിക്കും പെൺകുട്ടികൾ അമ്മമാർ പാചകം, തുന്നൽ, വീട്ടുജോലി എന്നേക്കും പരിശീലനം നേടും. പിന്നെ അതൊന്നുമില്ല, സൊള്ളാൻ ആരുമില്ല. പിന്നെ ഇപ്പോൾ പുതിയാപ്പിളിനെ കിട്ടണമെന്ന് ചിന്തയല്ലാതെ എന്താ പെണ്ണിനുണ്ടാകുക? ഒന്ന് സൊള്ളാനും വർത്താനം പറയാനും എന്തില്ല? ഫോണില്ല. ഇനി ഒരുത്തനോട് വർത്താനം പറയാനും ഇല്ല. ആരോട് വർത്താനം പറയണം? ഇനി എന്തിനാ വർത്താനം പറയണം? അപ്പോൾ പെണ്ണിനൊരു പ്രായപൂർത്തിയായ പെണ്ണിന് എന്തിനാ ആഗ്രഹമായി? ഭർത്താവിന്. നമ്മളെ പെണ്ണിന് ആഗ്രഹമില്ല. എന്തുകൊണ്ട്? കൈതക്കാമം കരഞ്ഞു തീർക്കണം, പുറത്തു വരേണ്ട. നമ്മളെ ആൺകുട്ടികളും പെൺകുട്ടികളും കൈതക്കാമം കരഞ്ഞു തീർക്കുക. 8ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ പാടില്ല എന്ന നിർബന്ധ നിയമമാണ്. ഇതിന് പ്രധാനമായി 3 കാരണങ്ങൾ. ഒന്ന്, അടിസ്ഥാന വിജ്ഞാനം നേടിക്കഴിഞ്ഞു. ജീവിതത്തിന് ആവശ്യമായ വായന, എഴുത്ത്, ഗണിതം എന്നിവ 8ാം ക്ലാസ്സോടെ ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ വലിയ ഡിഗ്രി വാങ്ങിയ അഹംഭാവം വേണ്ട. ഉന്നത വിദ്യാഭ്യാസം മനുഷ്യരിൽ അഹംഭാവം വളർത്തുമെന്നും അത് വേണ്ട, അത് മറ്റുള്ളവരെക്കാൾ ഞാൻ ഉയർന്നവനാണെന്ന ചിന്ത ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. പിന്നെയോ, ഹൈസ്കൂളിലും കോളേജിലും പോകരുത്. അത് കുട്ടികളെ വീട്ടിൽ നിന്നും കൃഷിയിൽ നിന്നും പാരമ്പര്യ രീതികളിൽ നിന്നും അകറ്റും. അവ ഒന്നും വേണ്ട. അവർക്ക് IAS IPS ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര യോഗങ്ങളിലൊന്നും പങ്കെടുക്കണ്ട. വൈകുന്നേരമായി അവിടെ വന്ന് തീർക്കുക. ഓരോ യോഗം ആരുടെ കൂടെയാണ്? ഇപ്പം മകൻ IAS ഒരു IAS കൊണ്ട് എൻ്റെ മകളെ കെട്ടിച്ചു കുടുങ്ങി. ഓൾക്കോനെ കിട്ടൂല. കാരണം ഓൻ്റെ ജീവിതം നശിച്ചു. ഒരുത്തന IAS അവൻ്റെ ജീവിതം നശിച്ചു. ഓന് അള്ളയില്ല, ഓന് റസൂലുമില്ല. ഇപ്പം നമ്മൾ അഭിമാനിക്കുക, നമ്മളെ വിദ്യാർത്ഥികൾ IAS പാസ്സായി, ഇത്ര വലിപ്പുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ എന്ത് നേടി? ഓൻ ആ അളവിൽ ഓനെ ആരിൽ നിന്ന് അകറ്റി? പടച്ച തമ്പുരാനിൽ നിന്ന് അകറ്റി. നമ്മൾക്കിപ്പോൾ എന്തിവിടെ വേണ്ടുള്ളൂ? ജീവിച്ചു പോകലല്ലേ? സമാധാനത്തിൽ ജീവിച്ചു പോവുക, സമാധാനത്തിൽ ജീവിച്ചോളൂ. എന്നെ എൻ്റെ മോള് ഡോക്ടറാണ്, ഞാൻ ഡോക്ടറെ കൊണ്ട് കെട്ടിക്കൂല എന്ന് എനിക്ക് വാശിണ്ടായി. ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഓൻ ഡോക്ടറായ ഓക്ക് കിട്ടൂല? കാരണം ഓന് ഏത് നേരം എണീച്ച് പായേണ്ടി വരും. ഓൻ ഭർത്താവിനും ഭാര്യയും കൂടി കിടക്കാൻ ഒരുക്കുമ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നത്. ഇനി ഓപ്പറേഷന് പായണോ പാണ്ടേ? പാറ ചങ്ങായി, എന്തിനാ അവൻ എൻ്റെ കുട്ടികളെ കുരുതി കൊടുക്കണം? ഡോക്ടർമാർ മോശം നീ പറഞ്ഞ മയനല്ല, നല്ലൊന്നും മയനല്ല. മയൻ നിങ്ങൾ വെച്ചാൽ സൗകര്യത്തിന്.
ജീവിതമല്ല എന്ന് ഉറപ്പിച്ചോളൂ. അതേസമയത്ത് നാടൻ വൈദ്യരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. തൈലോ മറ്റൊക്കെ രാവിലെ 10 മണിയാകുമ്പോൾ കൊടുത്തയച്ച് പിന്നെ അല്ല വൈദ്യുതിക്ക് കടന്നുറങ്ങാം. ഓപ്പറേഷനൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പഠിച്ചാലല്ലേ നടക്കുള്ളൂ. അത് ആരെങ്കിലുമൊക്കെ പഠിച്ചോളൂ. ഇജ്ജ് പേടിക്കണ്ട. ബുദ്ധിയേക്കാൾ പ്രധാനം ഭക്തിക്കാണെന്ന് വിശ്വസിക്കുന്നു.